So first, ഞാൻ നിങ്ങൾക്ക് സ്പീക്കേഴ്സിനെ ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Today we have two speakers. One, we have Bharat Etan. He is the Kochi Hub student representative at IEEE site Kerala section. Okay. Then we have Amit Etan. He is the student representative at IEEE Pi Kerala section. Okay. ഇവർ രണ്ടുപേരും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള IoT ഡെവലപ്പേഴ്സ് ആണ്. സോ അവരായിരിക്കും നിങ്ങൾക്ക് സെക്ഷൻ എടുക്കുന്നത്. I am really excited. ഞാൻ ചാറ്റിൽ കണ്ടു, you are all really excited. So welcome to both of you, Bharat and Amit. അപ്പം thanks for the warm welcome, Mayan. Thanks for the awesome introduction too. So as Mayan introduced us, I am Bharat and this is Amit and we are makers. So hashtag we are makers. ആരെങ്കിലും മേക്കർ കൾച്ചറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മേക്കർ കൾച്ചർ, ഡു ഇറ്റ് യുവർ സെൽഫ്, എനിബഡി? സുബ്രഹ്മണ്യം, നീ കേട്ടിട്ടുണ്ടോ മേക്കർ കൾച്ചർ കേട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. മേക്കർ കൾച്ചർ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സോ മേക്കർ കൾച്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ ഇറ്റ്സ് സിമ്പിൾ. വി വാണ്ട് സംതിങ്, വി മേക്ക് ഇറ്റ് അവർ സെൽഫ്സ്. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ അമിത്തിന്റെ കേസ് തന്നെയാണ്. ലാസ്റ്റ് ഡേ അവന്റെ അമ്മയ്ക്ക് നിറയെ ഒരു ഫാം പോലെയൊക്കെ ഉണ്ട്, നിറയെ വെജിറ്റബിൾസ് ഒക്കെ വളർത്തുന്നുണ്ട് ആൻഡ് അത് റൂഫിലാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വെള്ളം നനയ്ക്കാൻ എന്നും സ്റ്റെപ്പ് കയറി അമ്മ പോകേണ്ടി വരും. സോ ഇവൻ എന്ത് ചെയ്തു, ഒരു എന്താ പറയാ ഡിജിറ്റൽ ടൈമർ സ്വിച്ച്, എന്താ വെച്ചാൽ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരു എനേബിൾ ചെയ്യുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്ന ഒരു സ്വിച്ച് ആണെന്ന് വെച്ചോ, അത് എടുത്ത് അവിടെ വെച്ചു. അപ്പം എന്നും കൃത്യം ചിലപ്പോൾ 6 മണിയിൽ നിന്നാണ് അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്, എന്നും 6 മണിക്ക് ഇത് വെള്ളം ഒഴിച്ചു തുടങ്ങും. So we have a lot of solutions. So എന്തൊരു സംഭവം, if you have a problem with you, ഇപ്പം അമിത്തിന്റെ കേസിൽ that was his mother had to like walk up the stairs twice every day. So ആ ഒരു പ്രോബ്ലത്തിന് he had a lot of solution and lot of products in market അവന് വാങ്ങാറുണ്ട്. ബട്ട് ഇൻസ്റ്റെഡ് അവൻ എന്താ ചെയ്തത്, he made it himself. അവൻ ഡയറക്റ്റ് പൈപ്പിൽ നിന്നുള്ള കണക്ഷൻ എടുത്തു, ഒരു സോളിനോയിഡ് വാൽവ് വെച്ചിട്ട് കണക്ട് ചെയ്തു. അത് എന്താണെന്നൊക്കെ യു ക്യാൻ ഗൂഗിൾ ഇറ്റ് അപ്പ്. ഓക്കെ, ഫോർ ബിഫോർ സ്റ്റാർട്ടിംഗ് ഗൈസ് ജസ്റ്റ് ടേക്ക് ഡൗൺ ദ കീവേഡ്സ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെത്തഡാണ്, ടേക്ക് ഡൗൺ ദ കീവേഡ്സ് ആൻഡ് മേ ബി ലേറ്റർ യു ക്യാൻ ഗൂഗിൾ ഇറ്റ് അപ്പ് ആൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. സോളിനോയിഡ് വാൽവ് എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പവർ കൊടുക്കുമ്പോഴത്തേക്കും അത് വെള്ളത്തിനെ പാസ് ചെയ്യും. ഓക്കെ, സോ സോളിനോയിഡ് വാൽവ് വെച്ചിട്ട് ഒരു റിലേ സർക്യൂട്ട് വെച്ചിട്ട് he automated it. And therefore ആ ഒരു കൈൻഡ് ഓഫ് ആക്ടിനെയാണ് മേക്കർ കൾച്ചറിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് അമിത് ഇസ് എ മേക്കർ ആൻഡ് സോ ഐ ഹോപ്പ് ഐ ആം ലൈക്ക് ഞാൻ ചെയ്തു വരുന്നുണ്ട്. സ്ലോലി വി ആർ ഗോയിങ് ഇൻ ടു ദ മേക്കർ കൾച്ചർ. സോ ജസ്റ്റ് ഗൂഗിൾ കീപ് ദ കീവേർഡ് മേക്കർ കൾച്ചർ, might come handy for you. So moving on to the next slide. So what is maker culture? ഞാൻ ഇപ്പൊ പറഞ്ഞു, do you like building your stuff? Are you a fan of 5 minutes craft? ഞാൻ കാരണം കൊച്ചിലോട്ട് എപ്പോഴും കാണാറുള്ളായിരുന്നു 5 minute craft. It particularly defines what a maker culture is. And if you have a do it yourself attitude and an electronics enthusiast, you are basically a maker and you can basically do stuff. ആ ഒരു പുഷ് കിട്ടി കഴിഞ്ഞാൽ you might be able to do stuff. So that is basically what maker culture defines. So നമുക്ക് ആക്ച്വലി ചാറ്റില് കുറച്ച് മേക്കേഴ്സ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. They have heard about DIY, they have seen such videos, so relate ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. I'm sorry, I didn't hear. ഞാൻ കണ്ടില്ല. Okay, heard of DIY, Gauri Shankar. Okay, sorry. Yes, a lot of IoT. I'm really sorry. ഞാൻ ഇടയ്ക്ക് വെച്ച് ചാറ്റ് നോക്കിയില്ല. So Gauri, DIY എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? If you can unmute yourself. No, not really. നൂഡിൽസിന്റെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഐഡിയ കിട്ടിയ എന്താണ് മേക്കർ കൾച്ചർ, എന്താണ് DIY അതിലേക്ക് വരുന്നതെന്ന്? Did you have an idea? So maker culture is not IoT, but then having a maker mind or a maker attitude can help you out a lot in an IoT field. So all of the makers are actually pretty much involved in an IoT spectrum. കാരണം മേക്കർ കൾച്ചറിനകത്ത് വരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും the things we make requires IoT. So having IoT in your side is always a good advantage in being a maker. So yeah, where ആരെങ്കിലും anybody responded? I think not. So what is the link between makers and IoT? So adur video vechite, any Big Bang Theory fans out here? Anybody who have seen Big Bang Theory? Arengelum? Yes, there are people. Okay, chat le varate, Big Bang Theory fans chat le varate. Okay, I am a big time fan. So is Amit. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആദിത്യം ഭയങ്കര ബിഗ് ടൈം ഫാൻ ആണ് ബിഗ് ബാങ് തിയറിയിലെ. ഈ ഒരു സീൻ കണ്ടിട്ടുണ്ടോ? Like anybody? Yeah, fan flow. Like I know this. Yeah, I know, right? Big fan of Sheldon. Okay, big fan of Sheldon. No fans of Howard? I am a big fan of Howard. അതുകൊണ്ടാ ചോദിച്ചത്.
Howard fans illa? We are Okay, my engineers, bad. right? Come on, guys. Okay, നമുക്കെന്നാ play ചെയ്താലോ? Sheldon fan ആണ്. എന്തായാലും ഒന്ന് പ്ലേ നോക്കാം. സൗണ്ട് കേൾക്കണ്ടോ എന്ന് പറയണം, ജസ്റ്റ് പ്ലേ ചെയ്യാം. Okay. Okay. Yes, കേൾക്കാം. The X10s are online. Gentlemen, I am now about to send a signal from this laptop through our local ISP, racing down fiber optic cable at the speed of light to San Francisco, bouncing off a satellite in geosynchronous orbit to Lisbon, Portugal, where the data packets will be handed off to submerged transatlantic cables terminating in Halifax, Nova Scotia, and transferred across the continent via microwave relays back to our ISP and the X10 receiver attached to this lamp. Look at me! I've got goosebumps. Are we ready on the stereo? Go for stereo. Lisbon, Halifax. Et voila. Okay, thanks. Hang on. Do you not realize what we just did? Yeah, you turn your stereo down with your laptop. No, we turned our stereo down by sending a signal around the world via the internet. Oh. You know you can just get one of those universal remotes at Radio Shack. They're really cheap. No, you don't get it. Howard, enable public access. Public access enabled. Boy, that's terrific, but I'll see ya. No, hang on. See? No. Someone in Sichuan province, China, is using his computer to turn our lights on and off. Well, that's handy. Here's a question. Why? Because we can. So, you just heard it, guys. Like, why? Because we can. ഇതൊക്കെയാണ് ഒരു മേക്കർ IoT ആ ലിങ്ക് വരുന്നത്. ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ്. ആക്ച്വലി യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് ഇൻ ദ റിയൽ വേൾഡ്. ഇതൊരു പബ്ലിക് ആക്സസ് ചെയ്യാൻ പറ്റും, വിച്ച് അമിത് വിൽ ബി ഗെറ്റിംഗ് ഓൺ ടു ഇൻ ദ ഫ്യൂച്ചർ. സോ യു ഗെറ്റ് ദി ഐഡിയ, റൈറ്റ്? നോക്ക്, ലൈക്ക് ദേ ആർ ഡൂയിങ് ഇറ്റ് വയ ഇന്റർനെറ്റ്. യു ക്യാൻ ജസ്റ്റ് പ്ലഗ് ഇറ്റ് ഓൺ, ബട്ട് വാട്ട്സ് ദ സ്റ്റൈൽ ഇൻ ദാറ്റ്? Do it with a Google Assistant. Shut the lamps off with a Google Assistant. Maybe ask the Google Assistant to tell something freaky while doing it. So that is the generic idea of it. So Big Bang Theory fans can really relate to it, but others, you definitely have to watch Big Bang Theory. Being an engineer, Big Bang Theory is a must. അത് കാണാണ്ട് I don't think so. You can, like, എനിക്ക് ഇലക്ട്രോണിക്സിലേക്ക് പാഷൻ കയറിയ Big Bang Theory വരെ വെച്ചാ. I can be honest. Howard is my role model in that. Moving on. എന്തില് എന്നുള്ളത്, of course, IoT. Okay, specifically IoT. Okay, moving on. Okay, that's playing it again. So, Amit. Okay, hello guys. ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ പറയാം. അപ്പൊ like what's the buzz about IoT? നമ്മൾ നേരത്തെ കണ്ടു, like നേരത്തെ കണ്ട ബിഗ് ബാങ് തിയറിയിലെ വീഡിയോയില് പെന്നി എന്ന് പറയുന്നത് ഒരു പെന്നി എന്ന് പറയുന്ന ഒരു ക്രിട്ടിക് ആണ്. ലൈക് നമ്മളെല്ലാരും ആലോചിക്കും, ലൈക് വെറുതെ ലൈക് ഒരു സേ ദാറ്റ് യു ഹാവ് എ സ്വിച്ച് അറ്റ് യുവർ ഹോം ആൻഡ് ഒരു ബൾബ് ഉണ്ട് ആൻഡ് യു ക്യാൻ ടേൺ ഇറ്റ് ഓഫ് യൂസിംഗ് ദ സ്വിച്ച് ഇറ്റ്സെൽഫ്, ഓൺ ഓർ ഓഫ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ്, വൈ നോട്ട് കൺട്രോൾ ഇറ്റ് ഫ്രം യുവർ ഫോൺ? സോ ഒരു ജനറൽ ഒരാളുടെ പെർസ്പെക്റ്റീവില് നമ്മൾ ലൈക് നോക്കുമ്പോഴേക്കും ദർ ഇസ് നത്തിങ് ഫാൻസി അബൌട്ട് വി ആർ ഡൂയിങ് ദ സെയിം തിങ്, ബട്ട് ലൈക് എന്താ പറയാ, കുറച്ചുകൂടെ കൂൾ ആയിട്ടുള്ളൊരു മെത്തേഡ്, അത്രേ ഉള്ളൂ. ബട്ട് വേറെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴേക്കും, ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോഴേക്കും there are a lot of advantages for IoT and which we'll be covering soon. So like കുറച്ച് statistics ആണ് പറയുന്നത്. So by 2025 it is expected that we'll have 31 billion IoT connected devices. പക്ഷേ ആ ഒരു ടൈം ആകുമ്പോഴേക്കും we'll only have like 8 billion humans to control them. So it's literally like 4 times the number of devices. അതും ഈ 31 billion devices ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നമുക്ക് ആലോചിച്ചൊക്കെ actually massive. So that really tells something about the future of IoT. So another interesting fact is that like നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ every second 127 other devices are being connected to the internet. That is, they are being made smart. So that's also really fascinating, right?
So അതാണ് some quick facts about this IoT. And now like നമ്മൾ IoT എന്താണെന്ന് ഒരു brief level കണ്ടു. So it's Internet of Things or it is a network of things. So ഞാൻ പറയുകയാണെങ്കിൽ the most simple definition would be to connect all the things. So നിങ്ങൾ വിചാരിക്കും എപ്പോഴും നമ്മൾ പറയും Internet of Things. What is this thing? Thing. നമ്മൾ like usually thing എന്ന് പറയുമ്പോഴേക്കും like normal English ഇതിൽ like ഒരു സബ്സ്റ്റൻസ്, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം. ബട്ട് IoT-ലേക്ക് വരുമ്പോഴേക്കും any device, anything or any device that we can connect to the internet is known as a thing. Let's okay. അപ്പോ I think ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആണ്. ഓക്കെ. അപ്പോ ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ലെറ്റ്സ് സേ ദാറ്റ് വി ഹാവ് എ ബൾബ്, വി ഹാവ് എ ലൈക്ക് റെഗുലർ ബൾബ്. ആ ബൾബ് ഒരു സ്മാർട്ട് അല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആണ്, ഇറ്റ്സ് എ നോൺ സ്മാർട്ട് ഒബ്ജക്റ്റ്, ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് സ്മാർട്ട്. ഹൗ? ലൈക്ക് അത് ലൈക്ക് സ്മാർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കണക്ട് ഇറ്റ് ടു എ മൈക്രോ കൺട്രോളർ, ലൈക്ക് എന്താ പറയാ ആർഡിനോ പോലുള്ള ബോർഡ്സിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് വി ക്യാൻ കൺട്രോൾ ഇറ്റ് ഫ്രം അവർ ഫോൺസ്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ വി ക്യാൻ ഐദർ യൂസ് ഗൂഗിൾ അസിസ്റ്റന്റ്, like or we can also use, there are also other applications to control it. So adana basically IoT, connect, like basically a network of all things or basically connecting all things. So adana the basic concept of IoT or what IoT exactly is. So why we use IoT? Appo nerthe parnole, it's not just for like switching things on or off. We can study the environment around us. Like for example parayanennengil, let's say that ഒരു agriculture automation ഒരു system എടുക്കുകയാണ്, and we can constantly monitor the moisture content in the soil or the humidity content in the soil or എന്തെങ്കിലും ഒരു വേരിയബിൾ, എന്തെങ്കിലും സോയിലുള്ള ഒരു പെർട്ടിക്കുലർ വേരിയബിൾ we can measure, and ആ മെഷർമെന്റിന്റെ അനാലിസിസ് അനുസരിച്ച് we can trigger another action. സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഹ്യൂമിഡിറ്റി സെൻസർ എന്ന് പറഞ്ഞ ഒരു സെൻസർ കിട്ടും, വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇറ്റ്സ് റിയലി ചീപ്പ് ആസ് വെൽ. സോ അത് നമ്മളൊരു മൈക്രോ കൺട്രോളിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ സോയിലിൽ എംബെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ whenever the moisture level drops down below level, automatically water in തരത്തിലുള്ള സിസ്റ്റം ഉണ്ടാക്കാം. So basically that is an IoT application. Like we are interconnecting things or we are connecting all the things that is available. So going on to the next slide. So the future of IoT. I would say that the future of IoT is an understatement because IoT is the future. Because കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ like ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും let it be AI, let it be machine learning, let it be big data, എല്ലായിടത്തും there is an IoT boom coming in. Even if industry 4.0 like നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിലൊരു മേജർ പാർട്ട് തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് IoT. സോ ലൈക്ക് ഇപ്പോ ഈ ഫിഗറിലുള്ള കുറെ സംഭവങ്ങൾ ലൈക്ക് ലോ പവർ, AI, ബിഗ് ഡാറ്റ, അനലിറ്റിക്സ്, ഇതെല്ലാം IoT ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇതെല്ലാം ഞാൻ ലൈക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർവ്യൂ തരിക, ആൻഡ് ബാക്കിയുള്ളത് ലൈക്ക് യു ക്യാൻ എക്സ്പ്ലോർ. ഇത് കഴിയുമ്പോഴേക്കും യു വിൽ നോ വെയർ ടു സ്റ്റാർട്ട്, ഹൗ ടു സ്റ്റാർട്ട് ആൻഡ് വൈ യു ഷുഡ് സ്റ്റാർട്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഫ്യൂച്ചറിസ്റ്റ് IoT. ഞാൻ തന്നെ എപ്പോഴും തെറ്റിക്കും. ഓക്കെ. So going on to the next. ഇനി നമുക്ക് ബേസിക് ആയിട്ട് ഒരു IoT എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും IoT എന്താണെന്ന് വെച്ചാൽ പറയുന്നതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ബട്ട് അതിന്റെ അപ്പുറത്തേക്കും പലർക്ക് ക്ലാരിറ്റി ഉണ്ടാവാറില്ല. സോ വാട്ട് now I would be explaining is about the architecture of IoT or how actually an IoT works. സോ ബേസിക്കലി IoT-യിലെ നമുക്ക് ലൈക്ക് പല ലെവൽസ് ഉണ്ട്. പല ലെവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ CS പഠിച്ചവരൊക്കെ ആണെങ്കിൽ നമുക്കറിയായിരിക്കും ഡാറ്റ ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഇങ്ങനെ പല ആപ്ലിക്കേഷൻ ലെയർ, പല ലെയേഴ്സിൽ നമ്മൾ OSCP മോഡൽ, ഇങ്ങനത്തെ പല ഇത് പഠിക്കാറുണ്ട്. സോ അതുപോലെ തന്നെ IoT-യിലും പല ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്കുള്ളത് 3 ലെയേഴ്സ് ആണ്. സോ ദ ഇനീഷ്യൽ ലെയർ ഇസ് ദ പെർസെപ്ഷൻ ലെയർ. അതാണ് ഈ ഞാൻ അനോട്ട് ചെയ്ത് കാണിക്കാം. പെർസെപ്ഷൻ ലെയറിൽ വരുന്ന സംഭവങ്ങളാണ് ഈ ജനറൽ ഡിവൈസസ്, സെൻസിങ് ഡിവൈസസ്, ഈ തരത്തിലുള്ള സംഭവങ്ങൾ. സോ സെൻസിങ് ഡിവൈസസ് മീൻസ് ലൈക്ക് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചർ സെൻസർ, അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിറ്റി സെൻസർ, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ, ഇതെല്ലാം സെൻസിങ് ഡിവൈസസ് ആണ്. ജനറൽ ഡിവൈസസിലേക്ക് വരുമ്പോഴേക്കും like let's say നമ്മൾ like regularly പലരും will be using smart bands. ഈ smart bandsൽ തന്നെ പല സെൻസേഴ്സ് ഉണ്ടാവും. So ഈ smart band also will be connected to the internet or will be connected to your mobile phone. So അതൊരു ജനറൽ ഡിവൈസ് ആണ്. It's a general IoT device.
ഓർ അവർ റെഗുലർ PC, നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ലൈക്ക് IoT ഡിവൈസ് ആണ്. TV ലൈക്ക് സ്മാർട്ട് TVs ഒരു IoT ഡിവൈസ് ആണ്. ചിലവരുടെ ലൈക്ക് വീട്ടിലുള്ള ലൈക്ക് റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ എയർ കണ്ടീഷണേഴ്സ്, ഇവരെല്ലാം ചിലപ്പോൾ IoT ആയിട്ട് ഇന്റർനെറ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ അതൊക്കെയാണ് ജനറൽ ഡിവൈസ് എന്ന് പറയുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ഏതൊക്കെ ഡിവൈസസ് ഉണ്ടോ ഓർ ഈ മൊഡ്യൂൾസിനൊക്കെയാണ് നമ്മൾ ജനറലി പെർസെപ്ഷൻ ലെയറിൽ വരുന്ന ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഡിവൈസസ് ഒക്കെ ഇന്റർകണക്ട് ചെയ്യാനായിട്ട് വി ഹാവ് ഡിഫറെന്റ് ടെക്നോളജീസ് ഇൻ IoT. സോ സിഗ്മ റൂൾ ഇൻ IoT, ലൈക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പറയുമ്പോൾ പലരുടെയും മൈൻഡിലേക്ക് ഫസ്റ്റ് വരാൻ പോകുന്നത് ദാറ്റ് IoT ഈസ് ഓൾ അബൌട്ട് ഇന്റർനെറ്റ്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്താ വരുന്നത്? വൈഫൈ ആണ് ആദ്യം വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വൈഫൈ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് വൈഫൈ. ബ്ലൂടൂത്തും ഒരു ലൈക്ക് IoT മെത്തേഡ് ആണ്. അല്ലെങ്കിൽ ദർ ആർ ഓൾസോ അതർ ടെക്നോളജീസ് ലൈക്ക് ലോറ, സിഗ്ഫോക്സ്, ഇങ്ങനെ പല ഇതുണ്ട്. ലോറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈക്ക് ബൂമിങ് വരുന്ന ഒരു ടെക്നോളജിയാണ്. ലൈക്ക് മെയിൻ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ പവർ അഡ്വാൻറ്റേജ്. ലോങ് റേഞ്ച് ഫ്രെയിംസ് ആണ് അതിന്റെ ഫുൾ ഫോം. ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജ് ലോ പവർ ആണ്. ദെൻ ദർ ഇസ് ബ്ലൂടൂത്ത്, സിഗ്ഫോക്സ്, ഇങ്ങനെ പല ടെക്നോളജീസ് ഉണ്ട്. സോ ഇതാണ് മെയിൻലി IoT കണക്ട് ചെയ്യാനുള്ള മെത്തഡോളജീസ്. ഈ പറഞ്ഞതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയാ പെർസ്പെക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ലെയറിലേക്ക് വരുമ്പോഴേക്കും അത് ഇൻക്ലൂഡ് ചെയ്യുക ഈ കാണുന്ന ഈ സംഭവമാണ്. ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു റൗട്ടർ ആയിട്ട് ചിലവർക്ക് തോന്നും, പക്ഷേ ഇറ്റ്സ് നോട്ട് ആക്ച്വലി എ റൗട്ടർ, ഇറ്റ്സ് എ ഗേറ്റ് വേ. സോ ഗേറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ IoT ഡിവൈസസിനെ നമുക്കൊരു ക്ലൗഡ് സെർവർ ഉണ്ടാവും. ഇതാണ് ഈ ഏറ്റവും അടിയിലുള്ളതിനെയാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. സോ ഈ ക്ലൗഡിലായിരിക്കും നമ്മുടെ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ എനിക്കൊരു മോയ്സ്ചർ കണ്ടന്റ് മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ട് അതിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ വാട്ടർ ചെയ്യണോ വേണ്ടയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ആക്ച്വലി ഈ നമ്മുടെ സെൻസിങ് ഡിവൈസസിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഇറ്റ് ഗോസ് ടു ദിസ് ഗേറ്റ് വേ. ആൻഡ് ഗേറ്റ് വേ ഈ ഡേറ്റനെ എടുത്തിട്ട് നേരെ നമ്മുടെ ക്ലൗഡ് സെർവറിലേക്ക് അയക്കും. സോ ഗേറ്റ് വേ ഇസ് ആക്ച്വലി ദാറ്റ് മിഡിൽമെൻ ബിറ്റ്വീൻ അവർ സെൻസിങ് ഡിവൈസസ് or general devices as well as our cloud server. And ഈ cloud serverലാണ് ഡാറ്റ സ്റ്റോർഡ് ആവുന്നത്, ഡാറ്റ അനലൈസ് ആവുന്നത്, ഡാറ്റ ലൈക്ക് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിംഗും നടക്കുന്നത് ഇസ് ഇൻ ദ ക്ലൗഡ് സെർവർ. സോ ദാറ്റ്സ് അബൌട്ട് ദ നെറ്റ്വർക്ക് ലെയർ. സോ ആദ്യം നമ്മൾ പറഞ്ഞ ലെയർ വാസ് പെർസ്പെക്റ്റീവ് ലെയർ, ദെൻ ദ സെക്കൻഡ് ലെയർ വാസ് നെറ്റ്വർക്ക് ലെയർ. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഇന്റർപ്രറ്റ് ചെയ്ത് കിട്ടിയ ഡേറ്റ, ഈ കിട്ടിയ ഡേറ്റ വെച്ചിട്ടാണല്ലോ നമുക്ക് ലൈക്ക് നമ്മുടെ ഇനി ഒരു എൻഡ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണ്ടേ. ഇപ്പോൾ നമുക്ക് വാട്ടർ ചെയ്യണം അഗ്രികൾച്ചറൽ സിസ്റ്റത്തിൽ, ലൈക്ക് സെൻസർ വാല്യൂസ് ബേസ് ചെയ്തിട്ട് വാട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വാട്ടർ ചെയ്യേണ്ട ഒരു ആക്ഷൻ ട്രിഗർ ചെയ്യാനായിട്ട് we need a layer that is known as application layer. Application layerൽ മെയിൻലി APIs ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ API കോൾസ് മേക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ആക്ഷൻ നമ്മൾ ട്രിഗർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ബൾബ് ബ്ലിങ്ക് ചെയ്യിപ്പിക്കണം ഫ്രം മൈ മൊബൈൽ ഫോൺ. So whenever I press that on button, automatically the data, that on information, the high information is sent to this gateway, which is further sent to the cloud server. And cloud server നേരെ API call make ചെയ്യും, stating that ഇന്ന ലൈക്ക് ലൈറ്റ് ഓൺ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ ലൈക്ക് കോൾ മേക്ക്. സോ അതാണ് the three main layers in architecture of IoT. Actually ഇതിൽ കുറെ layers ഉണ്ട്. ഇൻ ഡെപ്ത് പോവാണെങ്കിൽ there are up to 7 layers, but ഇത് സിംപ്ലിഫൈ ചെയ്ത് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. So repeating again, first one will be perspective layer, second one will be the network layer where all the data processing and storage take place, and third one will be the application layer where the API handling takes place. So അതാണ് basically the architecture of IoT. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സുബ്രഹ്മണി മനസ്സിലായോ എന്തെങ്കിലും പറഞ്ഞത്? ഹലോ ഓക്കെ, ഇന്റർനെറ്റ് കട്ടായി പോയാണ്. സുബ്രഹ്മണി വിളിച്ച അവൻ കേട്ട് കാണത്തില്ല. ലൈക്ക് യുവർ നെറ്റ്വർക്ക് ഇസ് ദേർ, I can hear you. I think participate. I've given the permission to unmute themselves. So ആരായാലും കുഴപ്പമില്ല, സുബ്രഹ്മണ്യ ആയാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല. ആരാണെങ്കിലും കുഴപ്പമില്ല. If you have any doubt, ഇപ്പൊ ചോദിച്ചോ, ലൈക്ക് ഞാൻ ലാസ്റ്റ് നമ്മൾ ഡൗട്ട് എടുക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഭാഗ്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. Just a second, the annotations. Okay, so ഇപ്പൊ പറഞ്ഞു നമ്മള് ലൈക്ക് സെൻസിങ് ഡിവൈസസ് ഉണ്ട്, ജനറൽ ഡിവൈസസ് ഉണ്ട്. സോ ജനറൽ ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി ലൈക്ക് എന്താ പറയാ, നമ്മുടെ ലാപ്ടോപ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് TV അങ്ങനെയുള്ള എല്ലാം. ബട്ട് ലൈക്ക് ഹൗ ക്യാൻ വി മേക്ക് ദിസ് എന്താ പറയാ നോർമൽ തിങ്ങിനെ എങ്ങനെ ഒരു സ്മാർട്ട് തിങ് ആക്കാൻ? ദാറ്റ്സ് വെയർ ദ IoT മാജിക് ടേക്സ് പ്ലേസ്.
സോ ഒരു സേ ദാറ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സേ ദാറ്റ് വി ഹാവ് ലൈക് ബൾബിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. സോ നമ്മുടെ ഒരു ബൾബ് ഉണ്ട്, ആൻഡ് ആ ബൾബ് എന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ലൈക്ക് ഒരു സ്വിച്ച് വെച്ചല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു നോർമൽ IoT എന്താ പറയാ IoT ഡെവലപ്പർ അല്ലാത്തൊരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ വി കൺട്രോൾ ഇറ്റ് യൂസിങ് എ സ്വിച്ച്. എല്ലാ ദിവസവും നമ്മുടെ റൂമിൽ പോയിട്ട് നമ്മൾ ആരും ടേൺ ഓൺ ദ ലൈറ്റ്സ് എന്ന് പറയാറില്ല, അൺലെസ് യു ആർ ദാറ്റ് മച്ച് എന്താ പറയാ അത്രയും IoT ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ മേ ബി യു വിൽ ഡു ഇറ്റ്. ബട്ട് മോസ്റ്റ് ഓഫ് us നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സ്വിച്ചസ് ആയിരിക്കും യൂസ് ചെയ്യുക. ബട്ട് ഹൗ ക്യാൻ വി മേക്ക് ദാറ്റ് എ സ്മാർട്ട് ഡിവൈസ്? എന്തൊരു ഡിവൈസിനെയും ആക്ച്വലി ഇൻ ദിസ് എറ വി ക്യാൻ മേക്ക് ഇറ്റ് സ്മാർട്ട്. So first of all, we consider an object, let it be a light bulb. Then we can embed either sensors or we can attach microcontrollers to it. For example, like ipo എന്താ പറയുക, നമുക്കൊരു ബൾബ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ഈ ബൾബിനെ നേരെ നമുക്കൊരു മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കാം. ആൻഡ് ഈ മൈക്രോ കൺട്രോളറിനെ അഗെയിൻ ലെറ്റ്സ് കണക്ട് ടു റിലേ സർക്യൂട്ട്. റിലേ സർക്യൂട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബൾബ് എന്ന് പറയുമ്പോൾ നമ്മൾ AC യിലാണല്ലോ വർക്ക് ചെയ്യുക. ലൈക്ക് നമ്മൾ സാധാരണ വീട്ടിലെല്ലാവരുടെയും ബൾബ് അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് അതിനാണ് എപ്പോഴും റിലേ എന്ന് പറയുന്നത്. റിലേ സർക്യൂട്ടിനെ അപ്പം ആലോചിച്ചോണം, AC ആപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സോ നമ്മൾ ഈ ലൈറ്റിനെ നമ്മൾ നേരെ നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് മൈക്രോ കൺട്രോളറിൽ നമ്മൾ അത്യാവശ്യം ഒരു കോഡ് എഴുതി വെച്ചു, ലൈക്ക് കണക്ടിങ് അവർ ദിസ് ബൾബ് വിത്ത് നമ്മുടെ മൊബൈൽ ഫോൺ. എന്റെ മൊബൈൽ ഫോണിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തു. ആൻഡ് ഞാൻ ഓൺ എന്ന് പറയുന്ന ബട്ടൺ എന്റെ മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ മൈക്രോ കൺട്രോളറിലേക്ക് ഇൻഫർമേഷൻ പോകും, സെയിങ് ദാറ്റ് the on button triggered ആയിട്ടുണ്ട്, or the high value has been triggered, so please switch on the എന്താ പറയാ ബൾബ് ഓൺ ആക്കുക എന്നുള്ളൊരു ഇൻഫർമേഷൻ നേരെ നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് പോകും. സോ മൈക്രോ കൺട്രോളർ വിൽ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ദ ബൾബ്. ആ ബൾബിന്റെ ഓൺ ഓഫ് ആവുന്നത് ഇറ്റ്സ് ബേസിക്കലി ദ കോൺസെപ്റ്റ് ഓഫ് നമ്മുടെ സ്വിച്ച് തന്നെ. ലൈക്ക് നമ്മൾ അവിടെ ലൈക്ക് നമ്മുടെ ഫിസിക്കലി സ്വിച്ചിനെ പ്രസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫോണിൽ പ്രസ് ചെയ്യുന്നു, അത്ര അവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ ആക്ച്വലി. അപ്പോ ലൈക്ക് വി ക്യാൻ ലൈക്ക് അതാണ് ബൾബിന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ. ഓറൽസ് ഇപ്പോ എന്താ പറയുക, നമ്മുടെ ഒരു സ്മാർട്ട് ബാൻഡ് എടുക്കുകയാണ്. ഒരു പണ്ടൊക്കെ റെഗുലർ വാച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ റെവല്യൂഷൻ ബാൻഡ്സിൽ തന്നെ SpO2 സെൻസേഴ്സ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്ന സെൻസേഴ്സ്. അപ്പൊ ഇതൊക്കെ ലൈക്ക് ആക്ച്വലി ഒരു എന്താ പറയാ നോർമൽ ഒരു വാച്ചിനെ ഒരു സ്മാർട്ട് വാച്ച് ആക്കിയപ്പോ വന്ന ഒരു ചേഞ്ചസ് ആണ്. ആക്ച്വലി സെൻസേഴ്സ് വെർ എംബെഡഡ് ഓൺ ദ വാച്ച് ആൻഡ് ദേ വർ കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ്. ആൻഡ് ഈ ഇൻഫർമേഷൻ എല്ലാം നേരെ ഇന്റർനെറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇന്റർനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലൗഡ് സെർവർ ആണ്. ക്ലൗഡ് സെർവറിലാണ് ഈ എന്താ പറയാ നമ്മുടെ ഡാറ്റ പ്രോസസിംഗ് നടക്കുന്നത്. അങ്ങനെ ഹിയർ ബൈ വി ആർ കൺവേർട്ടിംഗ് നോർമൽ സാധാ ഒബ്ജക്ട്സ് ടു സ്മാർട്ട് ഒബ്ജക്ട്സ്. ഇപ്പൊ നിങ്ങൾ ഏതൊരു ഇത് വേണമെങ്കിലും എടുത്തോ. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത് ബൾബ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്മാർട്ട് ബാൻഡ് ആയിരിക്കും. ബട്ട് നിങ്ങൾ ലൈക്ക് ലിറ്ററലി ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ സ്മാർട്ട് ഡിവൈസ്. ഇപ്പോൾ ബൾബിന് പകരം ഫാൻ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മാർട്ട് ഡിവൈസ്. ഇപ്പോൾ ഫാനിന് പകരം വേറെ എന്താ പറയാ, നമ്മുടെ വീട്ടിലൊരു കോഫി മേക്കർ ഉണ്ട്. നമ്മൾ കോളേജിൽ വെച്ച് തന്നെ നമ്മൾ ക്ഷീണിച്ചിപ്പോ വീട്ടിലേക്ക് പോവാണെന്ന് വെക്കും. അപ്പോൾ നമുക്ക് വീട്ടിലെത്തി കോഫി ഉണ്ടാക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് ലൈക്ക് നമ്മൾ കോളേജിൽ ഇരിക്കുമ്പോൾ തന്നെ വി ആക്ച്വലി ഗിവ് എ കമാൻഡ് ടു ദ കോഫി മേക്കർ, ലൈക്ക് മേക്ക് എ കോഫി ഫോർ മീ എന്നുള്ളൊരു അങ്ങനെ പറയത്തില്ല, ലൈക്ക് ഒരു ബട്ടൺ ഉണ്ടാവും. സോ നമ്മൾ അത് ട്രിഗർ ചെയ്ത് വീട്ടിലെത്തുമ്പോൾ കോഫി റെഡി ആവുന്നത് ഹൗ കൂൾ ഇറ്റ് ഇസ്. ലൈക്ക് അത്ര എന്താ പറയാ, ലൈക്ക് ആ ബിഗ് ബാങ് തിയറിയുടെ വീഡിയോ ആണ് ആക്ച്വലി ദ 2-minute explanation for all this stuff. So that is basically how we convert a normal object into a smart object. So next slide like പോട്ടെ. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡ് ഉണ്ടെന്ന് ലെറ്റ്സ് ഇമാജിൻ, ആൻഡ് we can have moisture sensors or temperature sensors or എന്താ പറയാ മേ ബി ചില കെമിക്കൽസിന്റെ ലെവൽ, ഇപ്പോൾ സോയിലാകുമ്പോൾ പൊട്ടാഷ്യം ലെവൽസ്, സോഡിയം ലെവൽസ് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് സെൻസേഴ്സ് വി കൻ ആക്ച്വലി ഹാവ് ദാറ്റ് ഇൻ ദ സോയിൽ ടു. സോ ഈ സെൻസർ ഡേറ്റ നമ്മൾ നേരെ ഗേറ്റ് വേയിലേക്ക് പോകുന്നു. അതാണ് ആ ഗേറ്റ് വേ ആണ് ഇവിടെ വെച്ചിരിക്കുന്ന ഈ റൗട്ടർ പോലത്തെ ഉള്ള ഒരു ഇമേജ് ആണ് നമ്മുടെ ഗേറ്റ് വേ. ഗേറ്റ് വേന്ന് ദെൻ ദ ഇൻഫർമേഷൻ ഗോസ് ടു ദ ക്ലൗഡ് സെർവർ. ആൻഡ് ദ ക്ലൗഡ് സെർവറിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയാ ദ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഓർ ദ ഡാറ്റ പ്രോസസിംഗ് ടേക്സ് പ്ലേസ്. ആൻഡ് നമ്മുടെ ഈ ക്ലൗഡിൽ നമ്മുടെ ഡാറ്റ എല്ലാം സ്റ്റോർഡ് ആയിരിക്കും. ആൻഡ് ആ സ്റ്റോർ ആയ ഡാറ്റനെ വേണമെങ്കിൽ വി ക്യാൻ ഡിസ്പ്ലേ ഇറ്റ് ഓൺ അവർ മൊബൈൽസ് ഓർ ഓൺ അവർ വെബ് ആപ്ലിക്കേഷൻസ് ടു. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്തതാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൽ ബേസിക്കലി എന്തുള്ളത് APIs തന്നെ. APIs വെച്ചാണ് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ APIs എന്താന്നൊക്കെ ഉള്ളത് വെബ് ഡെവലപ്മെന്റിൽ ചെറുതായിട്ടെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ആ ഒരു ഇതിലാണ് പറഞ്ഞു വന്നത്. സോ ലൈക്ക് ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് കുറെ യൂട്യൂബിൽ 2-minute explanations ഉണ്ട്, അത് നോക്കാവുന്നതാണ്. സോ അതാണ് ബേസിക്കലി ഈ ഒരു അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് ഈ ഡാറ്റ സെൻഡ് ആവുന്നത്. നമ്മളിപ്പോ ലൈക്ക് വി ടോൾഡ് ദാറ്റ് ഈ ഡാറ്റ സെൻഡ് ആവുന്നു എന്ന് പറയാതെ ആ ബിഗ് ബാങ് തിയറിയുടെ അതിലാണെങ്കിലും അവർ പറയുന്നുണ്ട്
ഹലോ ഇല്ല ഓക്കെ. അപ്പോ ബിഗ് ബാങ് തിയറിയുടെ അതാണെങ്കിലും ഹവാർഡ് പറയുന്നുണ്ട് ദാറ്റ് ഈസ് ബീങ് സെന്റ് ഫ്രം സാൻ ഫ്രാൻസിസ്കോ, അവിടെ അങ്ങനെ കുറെ സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പോ ലൈക്ക് അത് ലൈക്ക് ക്ലിയർ ആവാഞ്ഞവർക്ക് ഹീസ് ആക്ച്വലി നമ്മുടെ ലൈക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഡിവൈസ് ആക്ച്വലി നമ്മുടെ റൗട്ടറിന്റെ ലൊക്കേഷൻ വേറെ ആയിരിക്കും. റൗട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈ, നോർമൽ വൈഫൈ റൗട്ടർ അല്ല, നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് ഒരു റൗട്ടർ ഉണ്ടായിരിക്കും. സോ അതിന്റെ ലൊക്കേഷനിലേക്ക് പോകും. അവിടുന്ന് വീണ്ടും നമ്മുടെ ഈ ക്ലൗഡ് സെർവർ എവിടെയാണോ, ഈ ക്ലൗഡ് സെർവർ ഇരിക്കുന്നത് ചിലപ്പോൾ വല്ല US-ലോ വേറെ അതുപോലെ വല്ല അന്റാർട്ടിക്കയിലോ അങ്ങനെയുള്ള സ്ഥലത്തേക്കാവും. സോ ഇത്രയും ദൂരം ഈ ഡാറ്റ കറങ്ങിയിട്ടാണ് ഈ ഒരു ഓൺ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓഫ് ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഒരു നോർമൽ നമ്മുടെ വീട്ടിൽ നമ്മളൊരു സ്വിച്ച് ഞെക്കുമ്പോൾ ഓൺ ആവുന്നതിന് പകരം ദാറ്റ് ഈസ് ആക്ച്വലി ട്രാവലിംഗ് ദ എൻറ്റയർ വേൾഡ് ബിഫോർ. അതും ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ലെസ് ദാൻ ഒരു 1 നാനോ സെക്കൻഡിലാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. സോ യു ക്യാൻ ഇമാജിൻ ദ എമൗണ്ട് ഓഫ് എന്താ പറയാ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി എൻജോയ് ദ ബ്യൂട്ടി ഓഫ് IoT. സോ അതാണ് ബേസിക്കലി ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത്. പിന്നെ IoT-യിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ എല്ലാവരും HTTP കേട്ടിട്ടുണ്ടാവല്ലോ. സോ IoT-യിൽ ആക്ച്വലി വി യൂസ് ലൈക്ക് ഈ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ഐദർ HTTP ഓർ MQTT. HTTP എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഡെയിലി എല്ലാവരും ബ്രൗസേഴ്സ് യൂസ് ചെയ്യാറുള്ളതാണ്. സോ എല്ലാവർക്കും അറിയായിരിക്കും. MQTT ആക്ച്വലി ഒരു എന്താ പറയാ HTTP-യുടെ തന്നെ ഒരു മോഡിഫൈഡ് ഒരു പ്രോട്ടോകോൾ ആണ്. ലൈക്ക് IoTസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്രോട്ടോകോൾ ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് MQ ടെലിമെട്രി പ്രോട്ടോകോൾ എന്നാണ്. ബേസിക്കലി അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MQTT ലൈറ്റ് വെയിറ്റ് ആണ്. HTTP എന്ന് പറയുമ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഹെവി ആണ്. ലൈക്ക് കമ്പാരിറ്റീവ്ലി അധികം ഡാറ്റ പാസ് ചെയ്യാൻ പറ്റത്തില്ല. MQTT വേറെ IoTക്ക് വേണ്ടി സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. അപ്പൊ അത് ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചുകൂടെ സെക്യൂർ ആണ്. ആൻഡ് എന്താ പറയാ അത് വർക്ക് ചെയ്യുന്നത് ഒരു പബ്ലിഷ് സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ എന്നെ ഇവിടുന്ന് മിക്കവാറും പുറത്താക്കും. അതിലും ഭേദം ലൈക്ക് നിങ്ങൾ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഇച്ചിരി ലൈക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സൈഡിലേക്ക് കോറിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു സംഭവമായിരിക്കും. സോ ഇത്ര അറിഞ്ഞാൽ മതി. IoT has 2 protocols, MQTT and HTTP. So MQTT is the better one. Why? Because it's lightweight. അതാണ് the basic simple explanation. So going on to the next slide. Bharathe. Hello. Yeah, hello. Kekao. Okay. Just a second. So, yeah, annotations. Annotations. Just a second. Okay. Okay. So, hello world in the Things Network. So, Things Network ഞാൻ ഉദ്ദേശിച്ച IoT തന്നെയാണ്. So, hello world. Getting started with IoT. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ going on to the next slide. Amit. So, okay. Sorry. രണ്ടെണ്ണം skip ആയി. Okay. So these are the basic development boards. അപ്പോൾ ഈ development boards are actually pre-assembled boards ആണ്. PCB എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? PCB എന്ന് കേട്ടിട്ടുണ്ടാവണല്ലോ. കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? PCB printed circuit boards in general. So PCB ആണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ പച്ച കളർ കാണുന്നില്ലേ ഈ റാസ്ബെറി പൈയിൽ. സോ ദാറ്റ് ഇസ് എ PCB. സോ ഡെവലപ്മെന്റ് ബോർഡ് എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നിറയെ ഇന്റഗ്രേറ്റഡ് ചിപ്സ് ഉണ്ട്. നമ്മുടെ CPU പോലെ ഓരോ മൈക്രോ കൺട്രോളേഴ്സിനകത്ത് ചിപ്സ് ഉണ്ട്, ICs ഉണ്ട്. സോ ICs എല്ലാം അസംബിൾ ചെയ്തിട്ട് നമ്മുടെ മദർ ബോർഡ് പോലെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഈ PCB ഇൻ ജനറൽ. സോ ഈ PCBസിനകത്ത് അസംബിൾ ചെയ്ത് കിട്ടുന്ന നിറയെ ബോർഡ്സ് ഉണ്ട്. നമ്മൾ ഈ ആർഡുയിനോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ആർഡുയിനോ ഇസ് ആക്ച്വലി ഒരു ഡെവലപ്മെന്റ് ബോർഡാണ്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആർഡുയിനോസ് ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ IoT വരുമ്പോഴത്തേക്കും I would never recommend, no one will ever recommend starting with starting with Arduino. It's just because Arduinoനകത്ത് cost is a bit high. അതൊരു ഫാക്ടർ ആണ്. ബട്ട് മോർ ദാൻ ദാറ്റ് ഈ 3 ബോർഡ്സിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ വൈഫൈ മോഡ്യൂൾ. ഓക്കെ, അമിത് പറഞ്ഞു വൈഫൈ is not just Wi-Fi that is IoT. Wi-Fi is also one of the way you can implement IoT. പക്ഷേ ഏറ്റവും simplest way, if you ask me, ഏറ്റവും simplest way to do an IoT device, getting started with IoT and stuff, I think you should start with Wi-Fi module. I think Amit and everybody would agree to that, because ഏറ്റവും basic communication നമ്മുടെ HTTP server അല്ലെ പിന്നെ വെബ് സെർവർ www അതാണ് W3. സോ W3യിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും സുഖമായിട്ട് പറ്റുന്നത് വൈഫൈ ആണ്. കാരണം എല്ലാവരുടെയും വീട്ടിൽ വൈഫൈ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈലിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ചെയ്യാം. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് തുടങ്ങാനായിട്ട് വൈഫൈ മോഡ്യൂൾ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ വൈഫൈ മോഡ്യൂൾ ഉള്ള 3 ബോർഡ്സ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ ESP32 ഉണ്ട്, ESP8266 ഉണ്ട്, ആൻഡ് പിന്നെ റാസ്ബെറി പൈ കേട്ടിട്ടുണ്ടോ? ഈ പേരുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ ഇടുക. ഇഫ് നോട്ട് ഇറ്റ്സ് ഫൈൻ, ബിക്കോസ് ഞാൻ കയറിയപ്പോഴത്തേക്കും ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് റിഗാർഡിങ് ദാറ്റ്.
സുബ്രഹ്മണി, ഇഫ് യു കുഡ് അൺമ്യൂട്ട് യുവർ സെൽഫ്. എനിക്ക് ആ കണക്ഷൻ തിരിച്ചു വേണം. സുബ്രഹ്മണി ഉണ്ടോ? ഹലോ ഹലോ. ഹലോ. എടാ, സോ ഈ പേര് ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? എസ്പെഷ്യലി റാസ്ബെറി പൈ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? അതൊരു എനിക്ക് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ചാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഒരു ചിപ്പ് ഉണ്ട്, ഒരു പ്രോസസർ ഉണ്ട്, നമുക്ക് വേണ്ട എന്തിപ്പോ സെൻസർ ആയാലും ആ കാര്യമായാലും ലൈക്ക് ഒരു എല്ലാം കൂടി ചെയ്യാൻ ഒരു പ്രോസസർ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യവും ഇൻപുട്ടിന് USB പോർട്സും ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വൈഫൈ സെൻസേഴ്സും ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണെന്ന് ചെറിയൊരു ഐഡിയ. ഓക്കെ, സോ ബേസിക്കലി അതാണ്. ബട്ട് ദെൻ അപ്പാർട്ട് ഫ്രം ESPs, റാസ്ബെറി പൈ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ കാണുന്ന ആ കുഞ്ഞു സാധനം ഇറ്റ്സ് ആക്ച്വലി എ കമ്പ്യൂട്ടർ. നമ്മൾ ആക്ച്വലി അതിനകത്തൊരു HDMI പോർട്ട് ഉണ്ട്. HDMI പോർട്ട് കണക്ട് ചെയ്ത് വല്ലോ മോണിറ്ററിലേക്കും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് UI വരെ കാണാൻ പറ്റും. സോ ഇറ്റ്സ് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ ഇറ്റ് സെൽഫ് ഓൺ ഇറ്റ്സ് ഓൺ. സോ കണ്ടോ, ആ HDMI പോർട്ട് അമിത് മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നുണ്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് ദാറ്റ് ഇസ് ആക്ച്വലി എ പ്ലേസ് യു കെൻ സ്റ്റാർട്ട്. ബട്ട് ബിഫോർ, ഇഫ് യു ആസ്ക് മീ, instead of starting with Raspberry Pi, wherein you have an operating system, or operating system ഉണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ, I would say you should start with the ESPs, either ESP32 or ESP8266. ESP8266 എന്ന് എഴുതി വെക്കേണ്ട. ബട്ട് മോർ ദാൻ ദാറ്റ്, നോഡ് MCUന്റെ ലോലിൻ, LOLIN, അല്ലെ പിന്നെ അമിക്ക, AMICA, ഏതെങ്കിലും ഈ രണ്ട് ഡെവലപ്മെന്റ് ബോർഡ്സ് വെച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. വേറൊന്നുമല്ല, വൈഫൈ മോഡ്യൂൾ ഉണ്ട്, പിന്നെ ഇറ്റ്സ് നോട്ട് ഹാവിംഗ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതൊരു പക്ക മൈക്രോ കൺട്രോളർ മാത്രമേ ഉള്ളൂ. ലൈക്ക് യു വിൽ ബി നോട്ട് റൈറ്റിംഗ് ദ ബെയർ മെറ്റൽ കോഡ് എന്ന് വെച്ചാൽ പക്ക ഒരു സപ്പോർട്ടിംഗ് ലൈബ്രറീസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഇല്ലാണ്ട് ബേസിക് കോഡായിരിക്കും എഴുതുന്നത്. അതിനകത്ത് നമ്മൾ കോഡ് എഴുതിയാണല്ലോ ചെയ്യുന്നത്. സോ അതിനകത്ത് ആ ഒരു ബേസിക് കോഡായിരിക്കും നമ്മൾ എപ്പോഴും എഴുതുന്നത്. സോ ഇഫ് യു ആസ്ക് മീ, സ്റ്റാർട്ട് വിത്ത് ലോലിൻ. Okay, Lolin is the best place to start. Node MCU in the Lolin. If you have a chance, I think if you are interested in IoT, I think you should buy it. Rent ചെയ്യാൻ കിട്ടും, മറ്റേത് കിട്ടും, മറിച്ചത് കിട്ടും. ബിക്കോസ് ഐ വെന്റ് ഡൗൺ ദാറ്റ് റോഡ്. നമ്മൾ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കും, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കിട്ടും. പക്ഷെ ബൈ എ ബോർഡ്, ബൈ എനി ഓഫ് ദീസ് ബോർഡ്സ്, ഇറ്റ് വിൽ ബി കോസ്റ്റിംഗ് അറൌണ്ട് 300-400 മാക്സ്, 400 രൂപ ESP8266 വാങ്ങാൻ. അത് വാങ്ങുക, സ്റ്റാർട്ട് ഡൂയിങ് സ്റ്റഫ്. അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഐ ഗോ ഓൺ ടു ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. Amit, next slide. So Amit പറഞ്ഞ പോലെ you can do a lot in IoT using sensor modules. So നമുക്കൊരു കോമൺ സെൻസർ മോഡ്യൂൾസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ യു ക്യാൻ കണക്ട് ദീസ് സെൻസർ മോഡ്യൂൾസ് ടു ദ ബോർഡ്സ് ഐ മെൻഷൻ ബിഫോർ. ഇപ്പം പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഇസ് എൻ RFID സെൻസർ. ഇറ്റ്സ് കോൾഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. അപ്പം റേഡിയോ ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ RF വെച്ചിട്ട് ഓരോ ടാഗ്സും, ആ ഒരു നീല കളർ കണ്ടില്ലേ, ഒരു നീല കളർ കീ ചെയിൻ പോലെ ഇരിക്കുന്നത്. സോ ദാറ്റ്സ് ആക്ച്വലി RFID ടാഗ്. സോ ആൻഡ് മറ്റേത് ഒരു RFID സെൻസർ ആണ്. സോ ഈ ഓരോ RFID ടാഗിലും ഒരു പെർട്ടിക്കുലർ കോഡ് ഉണ്ട്. സോ RFID സെൻസർ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഡേറ്റ നമുക്ക് കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് വേറെ നിറയെ കാര്യങ്ങൾ ചെയ്യാം. സോ ആ RFID ടാഗിലേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കറണ്ട് ഒന്നും വേണ്ട. ഇറ്റ്സ് ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ഹാവ് എനി സപ്ലൈ, ഒരു വോൾട്ടേജ് സപ്ലൈയും കൊടുക്കണ്ട. സോ നോ പൊട്ടൻഷ്യൽ സോഴ്സ്, അതൊരു പാസീവ് ഡിവൈസ് ആണ്. അപ്പൊ നമുക്ക് കീ ചെയിൻ പോലെ തൂക്കിക്കൊണ്ട് നടക്കാം. ആൻഡ് അടുത്ത് വന്നിട്ട് ഈ RFID സെൻസർ സെൻസ് ചെയ്യുമ്പോഴത്തേക്കും യു ഗെറ്റ് ദ ഡേറ്റ. ഓക്കെ, അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് പറയുകയാണെങ്കിൽ അമിത് പറഞ്ഞ പോലെ മിക്കവാറും എല്ലാവരും എന്നെ ചവിട്ടി ഓടിച്ചു വിടും. ലൈക് പെട്ടെന്ന് ഇപ്പൊ ഭരത് RFID പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് നമ്മളിപ്പോ ലൈക് ഹൈവേസിൽ പോവാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ടാഗ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കാർ അടിയിൽ കൂടെ പാസ് ചെയ്യുമ്പോഴേക്കും ലൈക് നമ്മുടെ RFID സ്കാനർ നമ്മുടെ കാറിലുള്ള ആ ഒരു ടാഗ് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് എമൗണ്ട് ഡിഡക്ട് ആവും. സോ അത് നടക്കുന്നത് ദാറ്റ് ടെക്നോളജി ഇസ് ദിസ് RFID ടെക്നോളജി. അതിന്റെ ഒരു മൈനർ വേർഷൻ ആണ് ഈ കാണുന്ന RFID. ഇതിൽ ഈ ടാഗ് ലൈക് കാറിൽ ഒട്ടിക്കുന്ന ടാഗ് ആണ് ആ വെള്ള കളർ കാർഡ്, ആൻഡ് ആ മേളിൽ വെച്ചിരിക്കുന്ന ആ ഒരു സെൻസർ ആണ് നമ്മുടെ ഈ ബ്ലൂ കളർ കോഡ്. ഈവൻ വേറൊരു ബെറ്റർ എക്സാമ്പിൾ നമ്മുടെ ATM കാർഡ്സ് ആയിരിക്കും. പഴയ ATM കാർഡ്സിൽ മാഗ്നറ്റിക് ചിപ്പ് അല്ലേ നമ്മളിങ്ങനെ ഉരച്ചെടുക്കുന്നത്. ഇപ്പോഴത്തേനകത്തൊരു ഒരു വേവ് പോലത്തെ ഒരു ലോഗോ കാണാൻ പറ്റും, ഒരു കുഞ്ഞു ലോഗോ. സോ ദാറ്റ്സ് ആക്ച്വലി അതിനകത്തും RFID എംബെഡഡ് ആണ്. സോ ദാറ്റ്സ് അനദർ എക്സാമ്പിൾ. നമ്മളിപ്പോൾ കാണുന്ന പലതിലും ഇറ്റ്സ് RFID in it. There is RFID in it. Okay. So moving on, next we have I think what was that? Moisture sensor. Amit, I kind of it's humidity sensor. My bad. So moisture sensor താഴെയുള്ളതാ. So humidity sensor, you can start with that. ഇതെല്ലാം humidity sensor apart from RFID, ഇത് ആക്ച്വലി ഒരു അനലോഗ് ഡേറ്റ ആണ് നമുക്ക് തരുന്നത്. സോ അത് പ്രോസസ് ചെയ്തെടുക്കാൻ you can start with humidity sensor. പിന്നെ നെക്സ്റ്റ് കാണുന്നത് ഇറ്റ്സ് ആക്ച്വലി IR സെൻസേഴ്സ് ആണ്. രണ്ടെണ്ണം IR സെൻസേഴ്സ് ആണ്. ലൈക്ക് ദിസ് ഒരു ബ്ലാക്കും വൈറ്റും LEDs പോലെ കാണുന്നില്ലേ.
സോ അത് രണ്ടും നമുക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, ഇപ്പൊ ഫയർ സെൻസിങ് ഒക്കെ, ഫയർ ഒക്കെ ലൈക്ക് ഫയറിനെ സെൻസ് ചെയ്തെടുക്കാനും അങ്ങനത്തെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതാണ് ഈ IR സെൻസേഴ്സ്. ദെൻ വി ഹാവ് അൾട്രാസോണിക് സെൻസർ. അത് ഈ വെള്ളത്തിന്റെ ഡെപ്ത്, ഇപ്പം നമ്മളൊരു ടാങ്കിനകത്ത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ വാട്ടർ ഹൈറ്റ് ഒക്കെ അറിയാനായിട്ടും വെള്ളത്തിന്റെ ഡെപ്ത് അറിയാനായിട്ടും എത്ര താഴ്ച ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് അൾട്രാസോണിക് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. പിന്നെ വരുന്നതാണ് മോയ്സ്ചർ സെൻസർ. ഹ്യൂമിഡിറ്റി സെൻസർ അല്ല, മോയ്സ്ചർ സെൻസർ. മോയ്സ്ചർ സെൻസർ ഈ 2 കോല് കണ്ടില്ല, ദാറ്റ്സ് ആക്ച്വലി നമ്മൾ സോയിലിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ ആ മോയ്സ്ചർ ഡേറ്റ റിയൽ ടൈം ആയിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. സോ വാട്ട് ഐ എം ആസ്കിംഗ് യു ടു ഡു ഇസ് ലൈക്ക് ബൈ സം ഓഫ് ദീസ് സെൻസേഴ്സ്. ഐ തിങ്ക് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് RFID, then go to ultrasonic. RFID വേണ്ട, അൾട്രാസോണിക് സ്റ്റാർട്ട് ചെയ്തിട്ട് then IR, ഇങ്ങനെയുള്ളത് ഓരോന്ന് വാങ്ങിയിട്ട് കണക്ട് ടു ദീസ് ബോർഡ്സ് ദാറ്റ് ഐ മെൻഷൻ ബിഫോർ ആൻഡ് സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്. ലൈക്ക് ചിലപ്പോൾ 2-3 ബോർഡ് അടിച്ചു പോകും, പാസ്റ്റ് എക്സ്പീരിയൻസ് അടിച്ചു പോയിട്ടുണ്ട് നിറയെ എണ്ണം. And then but then eventually you will get the hang of it and you will start enjoying the fun within it. സത്യം പറഞ്ഞാൽ അമിതും ഞാനും തന്നെ ഈ RFID വെച്ചിട്ട് തന്നെ നിറയെ പ്രോജക്ട്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈച്ച് ഓഫ് ദീസ് സെൻസർ ഹാസ് hundreds of applications. So ഒരെണ്ണം വാങ്ങിയിട്ട് തന്നെ സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ് വിത്ത് മെനി തിങ്സ്. ഇപ്പം നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ESP വിത്ത് യു ഹാവ് എ വൈഫൈ മോഡ്യൂൾ ടു. സോ ഈ ഡേറ്റ എടുത്ത് വല്ലോ സെർവറിലേക്ക് വായിക്കുക, സെർവറിൽ നിന്ന് വല്ലോ HTML പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. വെബ് ഡെവലപ്മെന്റ് കണ്ടില്ല HTML പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സോ ഡേറ്റ എടുക്കുക, സെൻഡ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ പിന്നെ ഗ്രാഫായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഓരോന്നായിട്ട് സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്. ദാറ്റ്സ് ഹൗ യു വിൽ ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് IoT ഇഫ് യു ആസ്ക് മീ. മൂവിങ് ഓൺ. ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ, ഇപ്പൊ ഞങ്ങൾ ഈ 6 സെൻസേഴ്സ് എന്തുകൊണ്ട് ഇട്ടു, ലൈക് ദർ ആർ ഓൾസോ അതർ സെൻസർ മൊഡ്യൂൾസ്. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ബേസിക്, നമ്മളൊരു ബിഗിനറിന് റെസ്പെക്റ്റീവില് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും ഏറ്റവും ചീപ്പ് ആയിട്ടുള്ളതും. ഈ IR സെൻസേഴ്സിനൊക്കെ ലൈക് 10-15 റുപ്പീസിന് കിട്ടും. സോ ലൈക് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല. ലൈക് എന്താ പറയാ, നമ്മള് ബ്രേക്ക് ചെയ്ത് തന്നെ പഠിച്ചാലേ ലൈക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. കാരണം എസ്പെഷ്യലി നമ്മൾ ഹാർഡ്വെയർ റാസ്ബെറി പൈ എടുക്കല്ലെന്ന് പറഞ്ഞ്, റാസ്ബെറി പൈ കോസ്റ്റ് എ ബിറ്റ് ഹൈ. സോ അതിന് അത്യാവശ്യം കോസ്റ്റ് ആവും. സോ ESP വെച്ചിട്ടാണെങ്കിൽ പൊട്ടിയാലും കുഴപ്പമില്ല. ഇറ്റ്സ് ജസ്റ്റ് 300 rupees. ഇറ്റ്സ് വർത്ത് ലേണിംഗ് ഫോർ. ഡു കണ്ടിന്യൂ. സോറി. ഓക്കെ, അപ്പൊ ഭരത് പറഞ്ഞ പോലെ ലൈക് നമുക്ക് റാസ്ബെറിക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് 2000-3000 റുപ്പീസ് ആവും. ഒരു ESPക്ക് ആവും പറഞ്ഞ പോലെ തന്നെ 350-400. അപ്പോ ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. ഞങ്ങള് അങ്ങനെ പറയല്ല. കാരണം നമ്മൾ ഒരു സക്സസ്ഫുള്ളി ഒരു സാധനം ബ്രേക്ക് ചെയ്യാതെ പഠിക്കുന്നതിലും ബ്രേക്ക് ചെയ്ത് പഠിക്കുമ്പോഴാണ് ആക്ച്വലി യു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ബ്രോക്ക്. അതിന്റെ കാരണങ്ങൾ മനസ്സിലാവും. കാരണം ഈ സോഫ്റ്റ്വെയർ പോലെ അല്ല ഹാർഡ്വെയർ, ജസ്റ്റ് കോഡ് എഴുതിയോണ്ട് മാത്രം കാര്യമില്ല. ബട്ട് ഈ കണക്ഷൻസിൽ ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഈ ബോർഡ്സ് നമ്മൾ ആക്ച്വലി ഈ സെൻസർ മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് പിൻ കാണാനുണ്ടോ? ഇപ്പോ ഈ ഞാൻ നോട്ടേറ്റ് ചെയ്താണ് ഇങ്ങനത്തെ ഈ പിൻസ് കണ്ടില്ലേ, ഈ പിൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മൈക്രോ കൺട്രോളറിനെ, ഇപ്പൊ ESP അല്ലെങ്കിൽ റാസ്ബെറി പൈനെയൊക്കെ ഈ സെൻസേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു പിന്നിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വയർ, ആ വയേഴ്സിനെ വിളിക്കുന്ന ജമ്പേഴ്സ് ആണ്. ആ ജമ്പേഴ്സ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, പക്ഷെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, കാണാവോ? ഓക്കെ, എൻഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഭാരത് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഞാനൊന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾഡ് അല്ലേ? സോ ഇത് കണ്ടോ, ഈ ഒരു ടിപ്പ്, ദിസ് ഇസ് ദ ജമ്പർ കേബിൾ ആൻഡ് ഇതാണ് ഇതിന്റെ ടിപ്പ്, കണ്ടില്ലേ? ആൻഡ് ദിസ് ഇസ് ആക്ച്വലി മെയിൽ എൻഡ് ഓഫ് ഇറ്റ്. ഒരു ഫീമെയിൽ എൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദിസ് വൺ. ഇത് കണ്ടോ, ഒരു ഓട്ടയാണ്. സോ ദാറ്റ്സ് വെർ യു കണക്ട് ദ നോട്ട്സ്, ലൈക്ക് ദ ടിപ്പ് ഓഫ് ദാറ്റ് സെൻസേഴ്സിന്റെ അവിടെ കാണുന്ന ആ ഒരു എൻഡ് പോയിന്റ് യു കണക്ട് ടു ദീസ് ജമ്പർ കേബിൾസ്. റൈറ്റ്, അമിത് പറഞ്ഞോളൂ. അതെ, സോ അങ്ങനെയാണ് കണക്ഷൻസ് ഉണ്ടാവുന്നത്. സോ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു പ്രൊസീജിയർ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക്, ESP ആണെങ്കിൽ ESP, റാസ്ബെറി ആണെങ്കിൽ അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കണക്ഷൻസ് നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ കോഡ് ഇതിൽ റൺ ആവുമ്പോഴാണ് നമ്മുടെ ഈ മൊത്തം ആപ്ലിക്കേഷൻ എന്താ, പ്രൊജക്ട് എന്താ, അത് വർക്ക് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു ചെറിയ പിന്നിൽ ലൂസ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഭരത്ത് കാണിച്ച ഒരു ജമ്പർ കേബിൾസിന് ഇടയ്ക്കിടയ്ക്ക് ലൂസ് കോണ്ടാക്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നാൽ ഒരെണ്ണത്തിൽ മാത്രം മതി. നമ്മളിപ്പോ വലിയ പ്രൊജക്ട്സ് ആണെങ്കിൽ, ലൈക്ക് ഒരു അത്യാവശ്യം വലുതാണെങ്കിൽ യു വിൽ ഹാവ് ലൈക്ക് 150-200 വയേഴ്സ് ഓർ ജമ്പർ കേബിൾസ്. അപ്പൊ അതിൽ ഒരെണ്ണം ലൈക്ക് ചെറിയൊരു ഫെയിലർ അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്ട് വന്നാൽ എൻറ്റയർ തിങ് ഓൺ വർക്ക്. സോ നമ്മൾ ഇരുന്ന് ഡീബഗ് ചെയ്യേണ്ടി വരും ഏതിനാണ് പ്രശ്നം. ലൈക്ക് നമ്മൾ ലിറ്ററലി മൾട്ടിമീറ്റർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ദർ ഇസ് നോ അതർ മെത്തേഡ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഇതായിരുന്നു ഇതിന്റെ കുഴപ്പമെന്ന്.
അപ്പോൾ അതാണ് ലൈക്ക് ഹാർഡ്വെയറിന്റെ ആ ഒരു ലൈക്ക് ബുദ്ധിമുട്ട് വെൻ കമ്പയർ ടു ദിസ് സോഫ്റ്റ്വെയർ. ആ ഒരു ഹാർഡ്വെയർ ഡീബഗിംഗ് പാർട്ട് ഇസ് ലൈക്ക് ഇത്തിരി ഹാങ് കിട്ടാൻ ഇത്തിരി പാടാണ്. ബട്ട് വൺസ് യു ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ് യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു. ലൈക്ക് എക്സ്പീരിയൻസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അതാണ് ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇപ്പൊ കാണിച്ച ആ ഒരു IR സെൻസർ ആണിത്. ഓക്കെ, സോ ഇപ്പം ഫോർത്ത് കിടക്കുന്ന IR സെൻസർ ആണ് ഇത്, കണ്ടോ? ലൈക്ക് ദാറ്റ്സ് ഹൗ വി കണക്ട് ദ ജമ്പർ കേബിൾസ്. സോ ഈ സാധനം ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അമിത് പറഞ്ഞ പോലെ. എവിടെ പോകുന്നു എന്ന് വിചാരിക്കാനേ പറ്റത്തില്ല. സോ എവിടെ എന്ത് ഷോർട്ട് ആവുന്നതെന്ന് അറിയാണ്ട് അവസാനം നമ്മൾ ഓരോ വയേഴ്സായിട്ട് ഇങ്ങനെ ട്വീക്ക് ചെയ്തിട്ട് അവസാനമായിരിക്കും കണ്ടുപിടിക്കുന്നത് എന്താ ബ്രെഡ് ബോർഡിലായിരുന്നു ഇഷ്യൂ എന്ന്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് കംസ് അറൌണ്ട്. സോ എനിക്ക് പറ്റിയിട്ടുള്ള അങ്ങനെയാണ്. സോ അത് ദാറ്റ്സ് എ ഹ്യൂജ് ലോട്ട് ഓഫ് പ്രോസസ്, ബട്ട് യു വിൽ എൻജോയ് ഇറ്റ് ആസ് ഇറ്റ് ഗോസ്. മറ്റേ ഫ്രണ്ട്സിൽ മോണിക്ക പറയുന്ന ഇറ്റ് വെൽക്കം ടു ദ റിയൽ വേൾഡ്, ഇറ്റ് സക്സ് ബട്ട് യു വിൽ ലവ് ഇറ്റ്. ആ ഒരു ആംഗിളിലാണ് ഇത് പോകുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ഐ സപ്പോസ്. സോ ഹോം ഓട്ടോമേഷൻ. സോ ഹോം ഓട്ടോമേഷൻ വിത്ത് IoT, അതിനുവേണ്ടി ആക്ച്വലി നമുക്ക് ഈ വെബ്സൈറ്റ് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വെബ്സൈറ്റ്സും എല്ലാം സെർവേഴ്സും എല്ലാം ഹാൻഡിൽ ചെയ്യണം. ബട്ട് വി ആർ മോർ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. സോ നമ്മുടെ സൈഡ് ഇസ് മെയിൻലി ഇൻ ടു ദ എംബഡഡ് സൈഡ് അല്ലേ. So the web development side, yes, it's required. It's a good skill to have. But then എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല. എല്ലാവരിലും അത് I don't say it's a necessity when it comes to embedded programming. Embedded programming ൽ സ്കിൽ ഉള്ളവർക്ക് ആ ഒരു ഏരിയയിലേക്കാണ് പോകേണ്ടതെങ്കിൽ you might not have it out there. But having it is always an additional advantage. It's a big advantage. So അങ്ങനെയുള്ളപ്പോൾ we have a lot of frameworks that are already there, a lot of platforms that are already there which you can use. ഇപ്പം നിങ്ങളുടെ ഡേറ്റ സെൻഡ് ചെയ്ത് there is a platform called Blink, BLYNK. So ബ്ലിങ്കിലാത്താണെങ്കിൽ you can connect with a set of authentication tokens. നമുക്ക് ബ്ലിങ്കിലേക്ക് നമ്മുടെ ഡിവൈസസ് കണക്ട് ചെയ്യാം, അതിന്റെ ഡേറ്റ സെൻഡ് ചെയ്യാം, ബ്ലിങ്കിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ബ്ലിങ്ക് ഇസ് ബേസിക്കലി ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫ്രം വെയറിൻ യു ക്യാൻ എന്താ പറയാ കൺട്രോൾ യുവർ ഡിവൈസസ്, യുവർ IoT ഡിവൈസസ്. ഇപ്പൊ അതിനകത്തൊരു സ്വിച്ച് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ സ്വിച്ച് ടു ഓൺ ദ LED. അപ്പൊ നിങ്ങളൊരു സ്വിച്ച് ഒരു വിഡ്ജറ്റ് ആയിട്ട് അവിടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൺ ചെയ്യാം ആൻഡ് ഇറ്റ് വിൽ സെൻഡ് ദ ഡേറ്റ ടു യുവർ ഡിവൈസസ് ആൻഡ് യുവർ ഡിവൈസ് will maybe go into a relay module. ആ കാണിച്ചേക്കുന്നതാണ് ഒരു റിലേ മോഡ്യൂൾ. ആ റിലേ മോഡ്യൂൾ ലൈറ്റ് കത്തിക്കും അല്ലെ ഫാൻ കത്തിക്കും. Then on connecting Blink to എന്താ പറയാ IFTTT എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. So which connects it to Google Assistant. So you can connect Google Assistant to your embedded devices, maybe Alexa to your embedded devices. Google Assistant in just kill the lamps എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. So അമിത് ഇവിടെ കാണിച്ച ലൈക്ക് ഇൻ ദാറ്റ് പിക്ചർ കാണിച്ചേക്കുന്ന പോലെ instead of clicking it manually, you click it through your phone. Blink ന്റെ ഒരു ആപ്പ് ഉണ്ട്. Just click it through your phone and it will send data through the internet to your embedded devices. So അതാണ് ഒരു ബേസിക് ജനറിക് ഒരു ബ്രോഡർ ഐഡിയ. I think we have something planned out for you guys. Amit, are you ready on that? Okay, actually guys, നമ്മളിപ്പോ കുറെ പറഞ്ഞു, നമ്മൾക്ക് ഇത്രയും പറഞ്ഞിട്ട് നമ്മളൊന്നും കാണിച്ചില്ലെങ്കിൽ മോശമില്ല. So we are actually വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, കാരണം അറിയാലോ ലൈക് ചെറിയൊരു കണക്ഷൻ കോൺടാക്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻറ്റയർ തിങ് വർക്ക് ചെയ്യില്ല. ഐ ഹവ് കണക്റ്റഡ്. ഞാൻ എന്റെ ഫോണിൽ ക്യാമറ ഷെയർ ചെയ്യാം, എന്നിട്ട് പറയാം. ഭാരത് കാണുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ ഓക്കെ, ഇസ് ഇറ്റ് ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ എന്റെ ഇവിടുത്തെ ക്യാമറ ഫോൺ കാണാൻ പറ്റുന്നില്ല ആക്ച്വലി. ആദിത്യ, അമിത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് കയറിയിരിക്കുന്നത് ഫോണില്? ഇറ്റ്സ് അമിത് എന്ന് മാത്രമേ ഉള്ളൂ. Amit Toniala. Okay, I'll make you co-host and then I'll spotlight you. 1 second. Could you stop presenting? I'll spotlight you. Okay. Okay. Ask to start video. Video on അല്ല? Yeah, okay. On. So, ഇപ്പോൾ visible അല്ലേ? Yes, I've spotlighted it. Yes. Great. So what we have done here is actually എൻ്റെ ഒരു ബൾബ് ഉണ്ട്. So I have connected this bulb to my AC power supply. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു റിലേ മൊഡ്യൂൾ വഴിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മൈക്രോ കൺട്രോളർ. ഇതാണ് ESP8266 ലോലിൻ എന്ന് പറയുന്ന നോഡ് MCU മൈക്രോ കൺട്രോളർ. സോ അത് ഞാൻ നേരെ ആക്ച്വലി നമ്മുടെ റിലേ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് റിലേ മൊഡ്യൂൾ ആണ് നമ്മുടെ ബൾബിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക് ഞാൻ എന്റെ ഫോൺ എന്നിട്ട് ലൈക് എന്റെ ESP ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
whenever I trigger this, എന്താ പറയാ, ആ ഓൺ ബട്ടൺ എന്റെ ഫോണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി the information is sent to the microcontroller. And ഈ റിലേ മൊഡ്യൂളിൽ ആക്ച്വലി ഇതൊരു ബേസിക് സ്വിച്ച് ആയിട്ട് മനസ്സിലാക്കാൻ മതി. സോ ഇങ്ങോട്ട് ഹൈ ഇൻഫർമേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിലേ മൊഡ്യൂൾ ഓൺ ആവും, എന്നിട്ട് ലൈറ്റ്സ് ഓൺ ആവും. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ലൈക് പ്രാക്ടിക്കലി ട്രിഗർ ചെയ്ത് കാണിച്ചു തരാം. സോ ലൈക് ഐദർ എനിക്ക് എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, ഓർ ഓൾസോ ലൈക് എന്റെ ലാപ്ടോപ്പിലും ഞാൻ ഒരു വെബ് ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് ഷോ യു. ഓക്കെ, സോ ഞാൻ ലാപ്ടോപ്പ് ജസ്റ്റ് ലാപ്ടോപ്പ് സ്ക്രീൻ കാണിക്കാം. സോ ദിസ് ഇസ് ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞ ബ്ലിങ്ക് എന്ന് പറയുന്ന ഒരു ലൈക് ഇന്റർഫേസ് ആണ്, ആ ഒരു പ്ലാറ്റ്ഫോം ആണ്. സോ ബ്ലിങ്ക് പ്ലാറ്റ്ഫോമില് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബാക്കിലേക്ക് ഒന്ന് കൊണ്ടുവന്ന. ഓക്കെ, സോ ഇത് ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. സോ ഇതിൽ 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC പവർ സപ്ലൈന്ന് വർക്ക് ചെയ്യുന്ന എന്റെ ഒരു LED ബൾബാണ്. വേറൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി എന്റെ ESP-ലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു നോർമൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുള്ള ₹1 ലൈക് ₹2 ₹1 ഉള്ള നോർമൽ ഒരു LED ആണ്. അപ്പൊ ഞാൻ ആദ്യം എന്റെ AC സപ്ലൈ വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. സോ ലൈക് ഫസ്റ്റ് ഇത് ഓൺ ആക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇവിടെ ലൈറ്റ്സ് ഓൺ ആയി. ഞാൻ ഇവിടെ തന്നെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ രണ്ടും കൂടെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക് നോക്കിക്കോ, ഓഫ് ഓൺ ഓഫ് ഓൺ. ഓക്കെ, സോ അതാണ് ബേസിക്കലി AC പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ AC കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു റിലേ മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊരു ഈ ഒരു LED മാത്രം ബ്ലിങ്ക് ചെയ്താൽ മതി. ഇവിടെ ഒരു LED കാണാനുണ്ടല്ലോ, ഈ കാണുന്ന ഒരു LED. സോ ആ LED ഞാൻ നേരെ ഡയറക്റ്റ്ലി ഒരു റെസിസ്റ്റർ വെച്ചിട്ട് എന്റെ മൈക്രോ കൺട്രോളിലേക്ക് കൊടുത്തു. അതെനിക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഐ ഡോണ്ട് നീഡ് എ റിലേ മോഡ്യൂൾ, ബിക്കോസ് ഇത് ഡയറക്റ്റ് നമ്മുടെ ESP-യിൽ തന്നെ ലൈക് 3 വോൾട്ട് പവർ നമുക്ക് എടുക്കാൻ പറ്റും, 3 വോൾട്ട് വോൾട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമുക്ക് ഡയറക്റ്റ്ലി ESP ഉപയോഗിച്ച് തന്നെ വേറൊരു എക്സ്റ്റേണൽ പവർ സോഴ്സിന്റെ ആവശ്യമില്ലാതെ നമുക്ക് പവർ ചെയ്യാൻ പറ്റും. സോ അതെനിക്ക് ഇങ്ങനെ ടേൺ ഓൺ ചെയ്യാം, ഇവിടെ കാണുന്ന പോലെ ഇവിടുന്ന് ടേൺ ഓൺ ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം. സോ ഇറ്റ്സ് ആക്ച്വലി ദാറ്റ് സിമ്പിൾ. ആൻഡ് യു വോണ്ട് ബിലീവ് മീ, ആക്ച്വലി ഇതിന്റെ ഒരു കോഡിംഗ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതെല്ലാം സ്ട്രക്ചേർഡ് ആണ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ആയിട്ട് കിട്ടുന്ന കോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ ഈ ബ്ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പിന്റെ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ ലൈക് ഡോക്യുമെന്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ കോഡ് എല്ലാം കിട്ടും. ജസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് എന്താ പറയാ, നിങ്ങളുടെ ജസ്റ്റ് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോ എന്റെ വൈഫൈയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ വൈഫൈയുടെ ഒരു SSID-യും അതുപോലെ തന്നെ വൈഫൈയുടെ പാസ്വേഡും ബാക്കിയുള്ള കുറച്ച് ക്രെഡൻഷ്യൽസും കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സെറ്റ് ഇറ്റ് അപ്പ് വെരി വെരി ഈസിലി. ആൻഡ് ലോട്ട് ഓഫ് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ആർ അവൈലബിൾ ഓൺ ദിസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും IoT ട്രൈ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഏറ്റവും ബിഗിനർ ലെവൽ പ്രൊജക്റ്റ് ആണ്. ലൈറ്റ്സ് ഓൺ ആക്കിയും ഓഫ് ആക്കുകയും ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഒരു LED എങ്കിലും നമുക്ക് ഓൺ ആക്കിയും ഓഫ് ആക്കുകയും ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ദിസ്. എന്താ പറയാ, ഇത്രയല്ലേ ഉള്ളൂ. പത്ത് കണ്ടിന്യൂ ചെയ്തോ. പ്രസന്റേഷൻ ജസ്റ്റ് സെക്കൻഡ്. ഞാൻ കേറില്ല, എന്ത് വേണം. ഓക്കെ, സോ യു അണ്ടർസ്റ്റുഡ്. ആ ഒരു ഹോം ഓട്ടോമേഷന്റെ സാധനം മനസ്സിലായില്ലേ? ലൈക്ക് ഗോയിങ് ഇൻ ബ്ലിങ്കിന്റെ ആപ്പ്, ആ ഒരു വഴി യു ക്യാൻ കണക്ട് ഇറ്റ്. യു ജസ്റ്റ് നീഡ് ടു നോ ദ എംബഡഡ് സൈഡ് ഓഫ് ഇറ്റ്. എന്ന് വെച്ചാൽ ആ ഒരു കണക്ഷൻസ് പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ദ റെസ്റ്റ് ഇസ് ഓൾറെഡി ഡൺ ദ. സോ ആ ഒരു ആംഗിളിൽ യു ക്യാൻ ഡു തിങ്സ്. So it's that simple. It's really simple to get into knowing this. ഇപ്പൊ ഇനി ഒരു അനലോഗ് ഡേറ്റ, ഇപ്പം ഒരു ഡിജിറ്റൽ ഡേറ്റ അല്ലേ, 1 or 0. അനലോഗ് ഡേറ്റ ആണെങ്കിൽ 1ഉം 0 അല്ല, മൾട്ടിപ്പിൾ വാല്യൂസ് വരും. അതും നമുക്ക് ബ്ലിങ്ക് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ലൈക്ക് ആ ഡേറ്റ ക്യാപ്ചർ ചെയ്യാനും അത് APIs വഴി സെൻഡ് ഔട്ട് ചെയ്യാനും പല കാര്യങ്ങളും ഉണ്ട്. I think you should check out the like the portal Blink once you have all these set up. Moving on. Amit, okay. So why IoT? Why not IoT? So Amit. Okay. Like actually ഞങ്ങൾ ഒരു പ്രോജക്റ്റും കൂടെ പ്ലാൻ ഔട്ട് ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വോയിസ് വെച്ചിട്ട് ഗൂഗിൾ അസിസ്റ്റന്റ് ചെയ്യുന്ന ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. ബട്ട് നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ കാണിക്കാം അല്ലേ? Sure. സോ ആക്ച്വലി അതും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ലൈക് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് നമ്മുടെ മൊബൈലിലെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലെ ആ ഒരു വെബ് ആപ്ലിക്കേഷന് പകരം വി ആർ ക്രിയേറ്റിംഗ് എ ട്രിഗർ. നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് നമ്മൾ ഇങ്ങനെ ഒരു വോയിസ് ട്രിഗർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു ആക്ഷൻ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വി ആർ യൂസിങ് IFTTT എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. ഇഫ് ദെൻ ദിസ് ദാറ്റ്. ലൈക്ക് ഇറ്റ്സ് ബേസിക്കലി 2 ടെക്നോളജീസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഗൂഗിളിന്റെ തന്നെയാണ്. അതും എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യേണ്ടതാണ്. കാരണം IoT മാത്രമല്ല, ദർ ആർ എ ലോട്ട് ഓഫ് ഓട്ടോമേഷൻസ് ദാറ്റ് യു ക്യാൻ ഡു വിത്ത് IFTTT. So that's about IFTTT and going into why IoT.
സോ ഇത്ര നേരം നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ലൈക്ക് യു ഗൈസ് കുഡ് ഹാവ് ഈസിലി അണ്ടർസ്റ്റുഡ് വൈ IoT. ലൈക്ക് നമ്മളൊരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു മേക്കർ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹോബി പ്രോജക്ട് ചെയ്യുന്ന രീതിയിലാണ്. ബട്ട് വെൻ യു ആർ ആക്ച്വലി ഡൂയിങ് പ്രോജക്ട്സ് ഓർ ആക്ച്വലി നമ്മളിപ്പോ ഒരു എന്താ പറയാ ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജസ് വിൽ ബി ഫസ്റ്റ് വൺ കോസ്റ്റ് റിഡക്ഷൻ. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വി ആർ സെൻഡിങ്. ലൈക്ക് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ കാണിച്ച ഒരു ആപ്ലിക്കേഷൻ, അതായത് ലൈക്ക് എന്റെ വീട്ടിലെ ബൾബ് ഞാൻ ഓൺ ആക്കുക ഓഫ് ആക്കുക ചെയ്തത് എനി വൺ ക്യാൻ ഡു ദാറ്റ് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ്. എന്റെ ജസ്റ്റ് സെക്കൻഡ് എന്റെ ലൈക്ക് എന്റെ വീട്ടിലുള്ള ഒരു സംഭവത്തിനെ വേൾഡിലുള്ള ആർക്കും കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ യു ക്യാൻ അതിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ആക്ച്വലി നമുക്ക് ഇവിടെ ഇരുന്നിട്ടുള്ള വേറൊരു എന്താ പറയാ ലൈക്ക് ഇഫ് യു ആർ ഹാവിംഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇൻ വൺ പ്ലേസ് ആൻഡ് യു ആക്ച്വലി ഹാവ് യുവർ കമ്പനി ഇൻ എ ഡിഫറെന്റ് പ്ലേസ്, യു ക്യാൻ ആക്ച്വലി മോണിറ്റർ എവറിഥിങ്, ഓട്ടോമേറ്റ് എവറിഥിങ് from a different place. So that's the advantage of IoT automation. Second one will be efficiency and productivity will be very high. Third one, business opportunity, like നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ ആയിരിക്കും. Fourth thing, customer experience. നമ്മളിപ്പോ പറഞ്ഞല്ലോ ലൈക്ക് it's all about either നമുക്ക് വേണമെങ്കിൽ like ലൈറ്റ് കൈകൊണ്ട് ഓൺ ആക്കാം, but like instead of doing that when you are actually controlling it with our voice, it's actually different vibe. വേറൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ലൈക്ക് നമ്മള് ലൈക്ക് എന്താ പറയാ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സ്വിച്ച് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ആക്ച്വലി സ്ലീപ്പി ആൻഡ് യു ആർ സ്ലീപ്പിംഗ് ആൻഡ് ലൈറ്റ്സ് ഓഫ് ആക്കണം, നിങ്ങൾ എഴുന്നേറ്റ് അവിടെ വരെ പോയി. ഐ നോ ദിസ് ഇസ് മേക്കിംഗ് പീപ്പിൾ ലേസി ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ടെക്നോളജി. അപ്പൊ അവിടെ ചെന്ന് ഓഫ് ആക്കുന്നതിന് പറയുന്നത് യു ക്യാൻ ആക്ച്വലി കൺട്രോൾ ഇറ്റ് ഫ്രം യുവർ ഫോൺ. സോ അതാണ് ലൈക്ക് ദ കസ്റ്റമർ എക്സ്പീരിയൻസ് പാർട്ട്. The last one, mobility and agility. Like ഈ പറയുന്ന ഏത് സെൻസേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന ഏത് മൊഡ്യൂൾസ് ആണെങ്കിലും they are really mobile at the same time agile. Like അത്ര പെട്ടെന്നൊന്നും ബ്രേക്കബിൾ ആയിട്ടുള്ളതല്ല. So they can be trusted. So that's one thing. And why IoT-നേക്കാളും കൂടുതൽ what like we would stress upon is why not IoT. So എല്ലാവരും IoT എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിന്തിച്ചാണ് ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുന്ന ഒരു സാധനം ഇപ്പൊ ഭരത്തിന്റെ വീട്ടിൽ നിന്ന് അവന് കൺട്രോൾ ചെയ്യാമെങ്കിൽ isn't that an invasion of privacy or isn't that something really bad? So actually it is bad when എന്താ പറയാ ലൈക്ക് നമ്മള് പറയുന്ന പോലെ ഏതൊരു സാധനവും നമുക്ക് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, ഈവിലിന് വേണ്ടി ഉപയോഗിക്കാം. സോ IoT along with its that എന്താ പറയാ ഗുഡ് ഫേസ്, വലിയൊരു ഈവിൽ ഫേസ് അതിന്റെ ബാക്കിലുണ്ട്. സോ സെക്യൂരിറ്റി is one of the main concerns of IoT. മെയിൻലി ബിക്കോസ് ഈ സെക്യൂരിറ്റി കൺസേൺ വരാൻ കാരണം യൂസേഴ്സിന്റെ കുഴപ്പം തന്നെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. ഓക്കെ, ഒരു ലൈക്ക് I'll show you something. Actually there is something known as ഇവിടുത്തെ കാണാനുണ്ടോ? സ്ക്രീൻ മാറിയിട്ടുണ്ടോ? കാണാം. ഷോഡാൻ. യെസ് കാണാം. Okay. So actually there is something known as Shodan. Like ഇതൊരു ലൈക്ക് നമ്മൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെ ഇതൊരു ഷൊഡാൻ സെർച്ച് എഞ്ചിൻ എന്നാ പറയുന്നത്. IoT ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അതായത് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസും, ഒഫീഷ്യലി കണക്ട് ചെയ്ത ഏതൊരു ഡിവൈസും ഇതിൽ ലിസ്റ്റഡ് ആയിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ ലിറ്ററലി ദർ ക്യാൻ ബി വെബ് ക്യാംസ്, there can be navigation systems, anything. Like ഇത് അത്ര ഒരു ലീഗൽ ആയിട്ടുള്ള സംഭവമല്ല. ഞാൻ ഇപ്പോഴേ ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാം, ആരും ഇതിൽ പോയിട്ട് ലൈക്ക് വേറെ വെബ് ക്യാംസ് ഒക്കെ ആക്സ് ചെയ്യാൻ നോക്കി ഹാക്ക് ഒക്കെ ചെയ്യാൻ നോക്കി അവസാനം ലൈക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് അത് പറയരുത്. ഡു നോട്ട് ട്രൈ ടു ഡു ഇറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്. ആൻഡ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എനേബിൾ VPN, പ്രോക്സി, റൗട്ടിംഗ് എല്ലാം സേഫ് ഇതും എനേബിൾ ചെയ്തിട്ട് മാത്രമേ ട്രൈ ഔട്ട് ചെയ്യാൻ അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ആക്ച്വലി യു ക്യാൻ ഗോ ടു ട്രൈ ഔട്ട് ചെയ്യാതിരിക്കുക. അതെ, ടു ബി ഓണസ്റ്റ് ലൈക്ക് ഇതിന് മുമ്പ് സെഷന്റെ മുമ്പ് ഞാനും ഭരത്തും പറഞ്ഞത് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ വി ആക്ച്വലി ഗോട്ട് ആക്സസ് ടു എ വെബ് ക്യാം in somewhere in Germany. So അത് പക്ഷെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ like that would send out really bad information. So അതുകൊണ്ടാണ് like that is the disadvantage of IoT. കാരണം അതിന് ഞങ്ങൾക്ക് ആക്സസ് കിട്ടാൻ കാരണം ലൈക്ക് ഞാൻ ഇതിൽ ലിറ്ററലി ഞാനൊന്ന് സെർച്ച് ചെയ്ത് കാണിക്കാം. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ കണ്ടില്ലേ, ഓരോ IP അഡ്രസ്സസ് ആണ് ഇവിടെ വരുന്നത്. ദിസ് ഇസ് ദ ഡിവൈസ് വിച്ച് ഇസ് ഇൻ ഓസ്ട്രേലിയ. ലൈക്ക് അവരത് ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കാം, ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കാം. ഇപ്പോ ഇൻ കേസ് ഈ ഒരു IP അഡ്രസ്സിൽ ലൈക്ക് ഇതൊരു വെബ് ക്യാം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അവരുടെ കമ്പ്യൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്ത ഏതൊരു ഡിവൈസും ആയിരിക്കാം. ബട്ട് ഇഫ് ദർ ഇസ് സംതിങ് വൾണറബിലിറ്റി, അവരുടെ ആ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ
we can easily hack it. Hackable ആണ്, അതാണ് ഒരു ഇഷ്യൂ. ആൻഡ് അത് വരാനുള്ള റീസൺ ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ യൂസർ. ആ യൂസറിന് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ദേ ലീവ് ഇറ്റ് ഓപ്പൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളില് ഇപ്പൊ ചിലവര് പുതിയൊരു വൈഫൈ റൂട്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊരു ഇത് വാങ്ങിക്കുമ്പോഴേക്കും ഡിഫോൾട്ട് പാസ്വേർഡ്സ് ഉണ്ടാവും. യൂസർ നെയിം യൂസർ പാസ്വേഡ് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ 1 2 3 4 5 6. അപ്പൊ ചിലവര് മേ ബി അത് മാറ്റത്തില്ല. ഒരു പുതിയ വൈഫൈ റൂട്ടർ വാങ്ങിച്ചാൽ ചിലവര് വൈഫൈ പാസ്വേഡ് മാറ്റാതെ അങ്ങനെ തന്നെ വെക്കും. സോ ഏതൊരു ഡിവൈസസിനും അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ചിലവര് വന്നിട്ട് മേ ബി ദിൽ ആക്സസ് ആ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് വെച്ച് തന്നെ ദിൽ ആക്സസ് ദിസ് വെബ്കാം ഓർ ദിസ് ഡിവൈസ്, ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ അതാണ് IoTന്റെ ഒരു മേജർ ഇഷ്യൂ. സോ വൺസ് അഗൈൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഡിസ്ക്ലൈമർ, ട്രൈ ഔട്ട് ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ എൻഷുർ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് കോട്ട്. കാരണം പിടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രശ്നം. ഓക്കെ ഓക്കെ ഗോയിങ് ബാക്ക് ടു ദ സെക്കൻഡ് ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് തന്നെയാണ്. കാരണം ഈ IoT ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ സെൻസേഴ്സ് എംബെഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെല്ലാം റെഗുലർലി മെയിൻറ്റെയിൻഡ് ആണ്, റെഗുലർലി അപ്ഡേറ്റഡ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ഇസ് എ ബിഗ് ടാസ്ക്. സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. ഭരത? So we would like to show some of our hobby projects. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ IoT പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും മനസ്സിൽ വരുന്ന RED wearables ആണ്. So this was one of the projects that wherein we realized ഏതും കാണിച്ചു കൂട്ടാൻ പറ്റുന്നു. So it's actually deployed. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. We might have to check it out. So the thing was, ഞങ്ങൾ ഇതിനകത്ത് ബ്ലിങ്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. We had everything done from the scratch. Okay, എല്ലാം ഞങ്ങൾ തന്നെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും വെബ്സൈറ്റും എല്ലാം വി ഡിഡ് ഇറ്റ് ourselves. സോ അങ്ങനെ ഒരു ഡിപ്ലോയ് ചെയ്ത ആപ്ലിക്കേഷൻ ആയിരുന്നു RED wearablesന്റെ. So again, I don't know if it's deployed yet or not. So RED wearables എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചില്ല ഒരു RFID സ്കാനർ, RFID ചിപ്പ് ആൻഡ് RFID സ്കാനർ. സോ RFID സ്കാനർ എന്താ വെച്ചാൽ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഡേറ്റ നമുക്ക് അതിനകത്ത് ഓൾറെഡി ഉള്ള ഒരു ഇറ്റ്സ് ലൈക്ക് ROM, it's already there. ആ ഒരു ഡേറ്റ ഒരു പാസീവ് RFID ചിപ്പിൽ ഉണ്ടാവും. സോ യു ക്യാൻ സ്കാൻ ഇറ്റ് യൂസിങ് RFID സ്കാനർ. I think we used a scanner called RC522. You can just check it out, Google it out. RC522 ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ സ്കാൻ ചെയ്തത് ആൻഡ് സ്കാനർ ബിൽഡ് ചെയ്തത്. സോ ദ ബേസിക് ഐഡിയ വാസ്, ഇപ്പം ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഓക്കെ, ആൻഡ് പുള്ളിക്കാരന്റെ മെഡിക്കൽ ഹിസ്റ്ററി, പുള്ളിക്കാരന്റെ ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഹി മൈറ്റ് ബി ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ വേറിൻ ഹി നീഡ്സ് സഡൻ മെഡിക്കൽ അറ്റൻഷൻ. ആൻഡ് പിന്നെ ആളുടെ ബന്ധുക്കാരെ അറിയിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡേറ്റ ഇറ്റ്സ് നോട്ട് അവൈലബിൾ. സോ ഇങ്ങനൊരു വെയറബിൾ കയ്യിൽ എങ്ങാനും ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഇൻ കേസ്, എനിക്കറിയാം ബിറ്റ്വീൻ ആൻ ആക്സിഡന്റ് ഇത് തന്നെ കയ്യിൽ ഇരിക്കുന്ന ഇറ്റ്സ് എ മിറാക്കിൾ, ഇറ്റ് മൈറ്റ് നോട്ട് ഹാപ്പൻ. ബട്ട് ഇൻ കേസ് അതുണ്ടെങ്കിൽ they just need to scan it using our device. ഞങ്ങൾ ഉണ്ടാക്കിയ ആ ഡിവൈസ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പോർട്ടൽ, ഈ ഒരു ഞങ്ങളിപ്പോൾ കൊടുത്തേക്കുന്ന ലിങ്കിൽ പോയിട്ട് അവർ ഇഫ് ദേ ആർ ഓതറൈസ്ഡ് പേഴ്സൺ, if they can log in through our website, they can get the data. മനസ്സിലായില്ലേ? സോ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഐ തിങ്ക് അമിത് ഇറ്റ്സ് നോട്ട് ഡിപ്ലോയിഡ്. ലാസ്റ്റ് ഡേ അവരൊരു മെസ്സേജ് അയച്ചായിരുന്നു, നിങ്ങൾ നിറയെ കാലമായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറില്ല, സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ഡിപ്ലോയിഡ്, ബട്ട് ദെൻ ദ കോഡ് ഇസ് അവൈലബിൾ ഓൺ GitHub ആൻഡ് ഓൾ. സോ ഞങ്ങൾ അത് ഓപ്പൺ കോഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. സോ ഓൾ ദ ഡേറ്റ, ഓൾ ദ മെഡിക്കൽ ഹിസ്റ്ററി, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, അതെല്ലാം അയാളുടെ അവിടെ ഉണ്ട്. ആൻഡ് ഇഫ് ഹി ഈസ് അൺകോൺഷ്യസ്, ഇപ്പം ബ്ലഡ് ഗ്രൂപ്പ്, ആളുടെ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം അതിനകത്ത് ഓൾറെഡി ഉണ്ട്. സോ വെൻ ദേ കം, if the hospital is authorized with our application, they just need to scan using the device we give them. Our device which is scanning that, it will automatically send the data to the mobile. The device acts as a gateway, as Amit mentioned. From RFID data adi kuda varuna radio frequency kuda varuna data adu nere W3 ലേക്ക് കയറ്റും, വെബിലേക്ക് കയറ്റും, ആൻഡ് നമ്മുടെ സെർവറിലേക്ക് പോകും, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഔട്ട് ദർ. എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടും. സോ ദാറ്റ് വാസ് ദി ഐഡിയ. അപ്പം ഇതിനകത്ത് if you know the meme, back and front end meme കണ്ടിട്ടുണ്ടോ? if you can click that meme might come out. So ഈ ഒരു meme ഞങ്ങൾ ലിറ്ററലി മനസ്സിലാക്കി ഈ ഒരു ഇതിനകത്തായിരുന്നു. Because the front end and everything on the outside it looked perfect. പക്ഷെ ബാക്കിൽ ചെന്നപ്പോഴത്തേക്കും we had all the connections going here and there and it was really bad. So അങ്ങനെയായിരുന്നു, it was there but it was possible. So ഞാൻ ഇതിനകത്തുനിന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്. ചിലപ്പം 10 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയെങ്കിലും കിട്ടുന്നത്. അല്ലെ പിന്നെ ഒരു പ്രാവശ്യം കിട്ടുമ്പോൾ ഇഫ് യു ആർ ലൈക്ക് സോ ഡാം സ്കിൽഡ്, യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ട്രൈ. ഞങ്ങൾക്ക് 3-4 പ്രാവശ്യം ആയിരുന്നു. സോ സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്. യു മൈറ്റ് നോട്ട് നോ ഇറ്റ്, ബട്ട് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം സംവെയർ, റൈറ്റ്? ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ചെയ്ത് തുടങ്ങണം. ആൻഡ് ദാറ്റ്സ് വെയർ വി സ്റ്റാർട്ടഡ്. ഞങ്ങളുടെ ഒരു മേജർ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. സോ വി തോട്ട് ഇറ്റ് വാസ് വർത്ത് ഷെയറിംഗ്. മൂവിങ് ഓൺ.
amping up the level. So ഇപ്പം ഞങ്ങൾ ബ്ലിങ്ക് ഉപയോഗിച്ചിട്ട് കാണിച്ചു. Like Amit just showed what you can do with Blink, and I have done somewhat the similar thing using the backend also made by myself. ഞാൻ തന്നെയാണ് ഇതിന്റെ ബാക്കെൻഡ് സ്ക്രിപ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു സിമ്പിൾ IoT automation ഞാൻ ചെയ്തിട്ടുണ്ട്. The same LED stuff. So I am actually having it. I'll just present the screen for now, Amit, if that's okay. Amit, oh yeah, not you. So can you see my screen? Yes, sir. Yes. Okay. So this was actually a simple application created in Flask. Okay. So in which each user is registered. So you can register any user, and each user can register their devices according to their according to some code we have mentioned. അപ്പോൾ ഒരു ഡിവൈസ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാം. ആൻഡ് എല്ലാ ഡിവൈസിന്റെയും ടോഗിൾ ചെയ്യാൻ പറ്റും, ലൈക്ക് സ്റ്റേറ്റ് ടോഗിൾ ചെയ്യാൻ പറ്റും, ലൈറ്റ് ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ബ്ലിങ്ക് ചെയ്ത സാധനം ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്തേക്കുന്നു. So if I can switch on my light, I have switched on my camera from another device. Can you guys see that? Is it visible? Aditya, Amit, anybody? 1 second, let me just make spotlight. Yes, sir. ഇപ്പൊ കാണാവോ? അത് ഫ്രണ്ട് ക്യാം ആണ്. Okay, it's my front camera. Okay, my bad. Later. ഭരത്തിന്റെ പല ആംഗിളിൽ നിന്നും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. Okay, right. Can you see the LED now? Yes, sir. Three left leg. Okay, right now. Okay, yes. Okay, perfect. Cool. So it's the same thing. You can do it. So it is actually Blinkil cheytha sadhanam. Just do it within yourself. So amping up the level, ഞാൻ പറയുകയാണെങ്കിൽ first thing is do the backend yourself. Be yourself. Be the maker in you. Bring out the maker in you. So not just in hardware, software പോലും do it yourself. എല്ലാവരും do it yourself attitude ചെയ്താൽ മതി. So ബ്ലിങ്ക് ചെയ്ത സാധനം just did it in Flask. That's all. So here ഒരു പൈത്തൺ കോഡാണ് ഇതിന്റെ ബാക്കിൽ റൺ ചെയ്യുന്നത്. There it is already there. അതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ഓൾറെഡി റണ്ണിങ് ആണ്. So simple difference. മനസ്സിലായോ? So അത്രേ ഉള്ളൂ ഉദ്ദേശിച്ച. I'm sorry about that whole thing. Moving on, and now mixing things up. Amit പറഞ്ഞ പോലെ future is IoT, and future is IoT എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന എല്ലാ ടെക്നോളജിയും can be integrated with IoT, be it മെക്കട്രോണിക്സ്, മെഷീൻ ലേണിംഗ്, ML ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ മെഷീൻ ലേണിംഗ്, ലോ പവർ ഡിവൈസസ്. ഇപ്പൊ നമ്മൾ എല്ലാ ഡിവൈസസും അൾട്രാ ലോ പവർ അല്ലെ പിന്നെ ലോ പവറിലേക്ക് പോവാണ്. ഇപ്പൊ കാണിച്ച ESP ഒക്കെ ലോ പവർ ഡിവൈസസ് ആണ്. അതിലും പവർ പറഞ്ഞ ദർ ആർ അൾട്രാ ലോ പവർ ഡിവൈസസ്. സോ അതെല്ലാം IoT-യിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി വി ഹാഡ് സംതിങ് ക്വൈറ്റ് ഫണ്ണി സെറ്റപ്പ് ഫോർ യു. അഗൈൻ അത് ലാസ്റ്റ് മിനിറ്റ് വി ഡിഡ് സംതിങ് വയേഴ്സ് സെറ്റപ്പ് ആയി പ്രശ്നമായി. ഇറ്റ് വാസ് സിമ്പിൾ, വേറൊന്നുമല്ല. There was an algorithm which detects if I die if a person having a thoracic cancer, so that's a lung cancer, so thoracic surgery കഴിഞ്ഞിട്ട് within 1 year is there a chance of death. So അതൊരു മെഷീൻ ലേണിംഗ് ലൈക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു മോഡലാണ്. So it's a simple project you can do. So what happens there is if I die within 1 year, the light blows up, like it lights up, ആ ഒരു LED കത്തും. So അങ്ങനെ ഒരു ഫണ്ണി പ്രോജക്ട് ഉണ്ടായിരുന്നു. I didn't do it something seriously, but then mixing things up, that's somewhat of a basic example I can give you. So it was simply a form, you can fill it up and then the LED lights up. So LED light up ആവുന്നില്ല, unfortunately. I'm really sorry about that. But then these are things you can do to explore IoT. So അങ്ങനെ തന്നെ മെക്കട്രോണിക്സ് പറയുകയാണെങ്കിൽ റോബോട്ടിക്സിനകത്ത് IoT is playing a major role. ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ everything is connected. ഇപ്പൊ ഡ്രോൺ ആണെങ്കിലും എല്ലാം ഇഫ് ഇറ്റ്സ് ലൈക്ക് സെൽഫ് ഡ്രൈവിംഗ് UAV എന്ന് വെച്ചാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. സോ സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള UAVs ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു IoT. അത് മാപ്പ് ചെയ്യുന്നത് ലൈക്ക് വെബ്സൈറ്റ് മാപ്സ് വെച്ചിട്ടാണ്. ഇറ്റ് കാൺട്ട് ലോഡ് ദ ഹോൾ മാപ്പ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു പാർട്സ് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് എടുത്തിട്ടാണ് ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഡൂയിങ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും IoT can be integrated with anything and everything out here. So things are moving towards an IoT field. Amit പറഞ്ഞ പോലെ 2025, 95% of the businesses that we see today will be in IoT, and 13 billion devices. That's really huge. With only 88 billion users to use it, with only 8 billion humans to use it, we have 13 billion IoT devices. So IoT is the future, and IoT can be integrated with anything in the future. So I think that's it, guys. So thank you. So any question, do ask us. We are open to questions right now. And do check out arduino.cc. അതിനകത്തുനിന്നാണ് ഒട്ടുമിക്ക പ്രോജക്റ്റ് ഐഡിയാസും, ലൈക്ക് സ്റ്റാർട്ടിങ് എ പ്രോജക്റ്റ്. ഇറ്റ് നീഡ് നോട്ട് ബി സംതിങ് ലൈക്ക് സോൾവിങ് എ പ്രോബ്ലം. പക്ഷെ പഠിക്കാനായിട്ട് ഡു സം സിമ്പിൾ പ്രോജക്ട്സ് ലൈക്ക് സ്റ്റാർട്ട് വിത്ത് LED blinking,
then go with LED blinking using the Blink platform, then do it with your own backend, then amp it up slowly, amp it up, and you can reach a level where you can do projects that, you know, that really matter. ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള പ്രോജക്ട്സ് എത്തുമ്പോഴത്തേക്ക് ഡു ദാറ്റ്. അങ്ങനെ ഡു യൂസിങ് ഡിഫറെന്റ് ടെക്നോളജീസ്. വൈഫൈ മാത്രം ചെയ്യല്. അമിത് പറഞ്ഞ പോലെ ലോറ ഇസ് എൻ ഓസം പ്ലാറ്റ്ഫോം. ഇറ്റ്സ് കമ്മിങ് അപ്പ് റിയലി ഹൈ ദീസ് ഡേയ്സ്. സോ ലോറ ലോങ് റേഞ്ച് ലൈക്ക് 5 to 6 കിലോമീറ്റേഴ്സത്തേക്ക് ഡേറ്റ അയക്കാം. So that's how huge it is. But ശ്രമിക്കുകയാണെങ്കിൽ that's that long. More you can go up to 10 kilometers. അത്രയൊക്കെ പോയ ഇതുണ്ട്. ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് ഒരു എന്താ പറയാ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സോ അങ്ങനെയൊക്കെയുള്ള നിറയെ ടെക്നോളജീസ് ഉണ്ട്. യു ക്യാൻ ഡു ഓൾ ഓഫ് ദാറ്റ്. വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. സോ സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്. പൊട്ടട്ടെ പാളട്ടെ, ഇറ്റ്സ് ഫൈൻ. സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്, ഡു സ്റ്റഫ്, ബ്രേക്ക് ആൻഡ് ലേൺ ഇഫ് യു ആസ്ക്. എനിത്തിങ് ടു ആഡ് ഓൺ അമിത്? എക്സാക്ട്ലി ദ സെയിം. ലൈക്ക് ഫസ്റ്റ് ഭരത് പറഞ്ഞ പോലെ ബ്രേക്ക് ലൈക്ക് നമ്മളിപ്പോ ഒരു സക്സസ്ഫുള്ളി ഒരിക്കലും ഞാൻ ഇപ്പൊ പറയാം, IoT അല്ലെങ്കിൽ ഒരു ആർഡിനോ അല്ലെങ്കിൽ ഒരു എന്ത് ബോർഡ് ചെയ്താലും ഫസ്റ്റ് ട്രൈയിൽ ഒരിക്കലും കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ there is something ഒന്നെങ്കിൽ ലൈക്ക് you literally copied the project from somewhere or code copy ചെയ്ത് വെച്ചാൽ വർക്ക് ചെയ്യും. അല്ലാണ്ട് like if you really do something on your own, first trial hardware will not work. You will have to debug at least 3-4 times. അങ്ങനെ like first time ഇങ്ങനെ വർക്ക് ചെയ്താൽ you should realize എന്തോ ഇവിടെ പ്രശ്നം ഉണ്ടെന്ന്. like I'm not being pessimistic, but that's the truth. ഇതുവരെ like നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ട്രയൽ കിട്ടത്തില്ല. സെക്കൻഡ് ഒരു പ്രോജക്ട് ചെയ്യുകയാണെങ്കിൽ both of us like ഫസ്റ്റ് ടൈം എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഇരിക്കും, ഇങ്ങനെ ഏത് സാധനത്തിനാണ് കുഴപ്പം പറ്റിയത് ഓരോന്നായിട്ട് ഡിബഗ് ചെയ്ത് നോക്കും. ഓരോ വയേഴ്സ് ആയിട്ട് വരും, ബ്രെഡ് ബോർഡ് മാറ്റി നോക്കും. ഈവൻ വെൻ യു ഗോ ലൈക്ക് ഇലക്ട്രോണിക്സുകാരാണെങ്കിൽ ലാബ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ബ്രെഡ് ബോർഡിന്റെ പ്രശ്നം. കാരണം നമ്മുടെ അവിടുത്തെ ബ്രെഡ് ബോർഡ് ടീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ, നല്ല പഴയതാ. സോ അത് പകുതിയും വർക്ക് ചെയ്യത്തില്ല, പകുതി കണക്ഷൻസും ഉണ്ടാവത്തില്ല. സോ എല്ലാം ചെയ്ത് നമ്മുടെ സർക്യൂട്ട് കറക്റ്റ് ആകുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ബ്രെഡ് ബോർഡിന്റെ പ്രശ്നമായിരിക്കും, വയേഴ്സിന്റെ പ്രശ്നമായിരിക്കും. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബാഡ് ഫീലിംഗ്, ബട്ട് യു വിൽ ഗെറ്റ് ടു ലൈക്ക് എൻജോയ് ഇറ്റ് അല്ലാതെ. അതെ, എക്സാക്ട്ലി. ഓൾസോ ചിലപ്പോ ഒരു പ്രശ്നമില്ലെങ്കിൽ എറർ വരുന്ന സാധ്യതയുണ്ട്. ആർഡിനോ ESP ഒക്കെ അതിനും ആശാന്മാരാണ്. ആൻഡ് ലൈക്ക് ഫസ്റ്റ് ടൈം ഐ ഡിഡ്, എനിക്ക് തോന്നുന്നു ലൈക്ക് ഓൾ ഓഫ് us ഡിഡ്, ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൂടാവുന്ന കാണാം നമ്മുടെ ബോർഡൊക്കെ. എന്നിട്ടൊരു നല്ല കരിഞ്ഞ മണം കാണാം. നമ്മുടെ മറ്റേ ഫാനൊക്കെ കത്തുമ്പോഴത്തേക്കുള്ള ഒരു മണമില്ലേ, ആ ഒരു മണം കിട്ടും. അപ്പൊ മനസ്സിലാവും ബോർഡ് മൊത്തമായിട്ട് അടിച്ചു പോയെന്ന്. സോ യു റീപ്ലേസ് ദ ഹോൾ ബോർഡ്. സോ it's actually fun if you get into it. If you get your hands dirty, it's really fun.